നമസ്കാരം. പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് സെപ്റ്റംബർ മാസം 4 ബുധനാഴ്ച. ഇന്ന് സെപ്റ്റംബർ 4 ബുധനാഴ്ച. എല്ലാവർക്കും നല്ലൊരു ബുധനാഴ്ച ആശംസിച്ചുകൊണ്ട് തുടങ്ങാം. എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ? ഇന്നത്തെ പ്രധാന വാർത്തകൾ എല്ലാം രാജിയായി എന്ന് പറഞ്ഞ മാതൃഭൂമി കൊടുത്തിട്ടുള്ളത്. അതെ, എല്ലാം രാജിയായെന്ന തലക്കെട്ടോടുകൂടി മാതൃഭൂമി കൊടുക്കുന്നു. മാതൃഭൂമി ഏത് വിഷയമാണ്? അൻവർ വിഷയത്തിൽ തന്നെ പ്രധാനമായത് എല്ലാ മുഖ്യമന്ത്രിയുടെ ചുമലിൽ വെച്ച് അൻവർ കൈയൊഴിഞ്ഞു എന്നും മറ്റൊരു വാർത്തയായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ജന്മഭൂമിയാണ് പറഞ്ഞേക്കുന്നത്. റിപ്പോർട്ട് ചെയ്യുന്ന ജനയുഗം റിപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങൾക്ക് വിഷയമുള്ള കാര്യം അൻവറിന്റെ യുദ്ധം മംഗളം പറഞ്ഞേക്കുന്നത് കീഴടങ്ങിയ ദാര് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഉണ്ട്. അൻവറിന്റെ യുദ്ധം അടക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് PV അൻവർ MLA കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ പോലീസ് സർവീസിലെ ക്രിമിനലുകളെ പറ്റിയിട്ടുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ പരാമർശങ്ങളുടെ ഒരു ശൃംഖല തന്നെ ഭയങ്കര അധികമായിട്ട് വിവാദങ്ങൾക്ക് കാരണമായിട്ടൊരു കാര്യമായിരുന്നു. അദ്ദേഹം കള്ളക്കടത്തിന്റെ കണ്ണിയാണെന്നും എടവന കൊലയിലൊക്കെ അദ്ദേഹത്തിന് പങ്കുണ്ടെന്നും സോളാർ കേസ് ഒതുക്കി തീർക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നൊക്കെ ഉള്ള വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് PV അൻവർ MLA ADGP അജിത് കുമാറിനെതിരെയും അതേപോലെ തന്നെ P ശശിക്കെതിരെ, അത് പേഴ്സണൽ നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള PV ശശിക്കെതിരെയും ഒക്കെ സുജിത് കുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അത്തരത്തിലുള്ള ഭയങ്കര രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ പരാമർശങ്ങളാണ് നടത്തിയത്. നമ്മളിപ്പോ കേരളം കത്തി നശിക്കുമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് വീണ്ടും ഈ പ്രശ്നം ചാരമായിട്ടില്ല, എന്നാലും പതിയെ ചെറിയ അതെ, ഇനി വേറെ എന്തെങ്കിലും വിഷയം ഊതി കലക്കുമായിരിക്കും, നമുക്കറിയില്ല. അപ്പൊ പറയുന്നത് അൻവറിന്റെ യുദ്ധം രാജിയായി പോയി അല്ലെങ്കിൽ അടങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. കാരണം മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം പുള്ളി ഓലപ്പടക്കമായെന്നും ആ പതിയെ പറഞ്ഞു വന്നത് ഇന്ന് തന്നെ ഡീൽ ചെയ്യണം എന്നുള്ള ആ സാധനമൊക്കെ പോയി എന്നാണ് പറഞ്ഞു വരുന്നത്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതായിരിക്കും മറ്റേ ഏതൊരു പത്രം ഇപ്പൊ നമ്മൾ വായിച്ചത്, എല്ലാ മുഖ്യമന്ത്രിയുടെ ചുമലിൽ അൻവർ കൈയൊഴിഞ്ഞു. അതെ അതെ. അപ്പൊ അത് കാണിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാർട്ടൂൺ അടക്കമാണ് മലയാള മനോരമ. എല്ലാം ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. മറ്റേ ഇപ്പൊ ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞാണ് മാതൃഭൂമി കൊടുത്തേക്കുന്നത്. ഇപ്പൊ ശരിയാക്കി തരാം. അപ്പൊ ആ രീതിയിലാണ് പറയുന്നത്. അതായത് ശിക്കാരി ശംഭു ആയിട്ട് PV അൻവർ ഇങ്ങനെ ചെല്ലണം. അപ്പം അവിടെ ചെന്ന് കഴിയുമ്പത്തേനും പോലീസ് മേധാവി ബാക്കി എല്ലാവരും പുള്ളീനെ മറ്റേ ഫ്രൈ ചെയ്യാൻ മറ്റേ കൊണ്ടുപോകുന്നു, അതേപോലെ കൊണ്ടുവന്നു. അതൊക്കെയാണ് ചെയ്തേക്കുന്നത്. മലയാള മനോരമയാണെങ്കിൽ ഇനി വായിച്ചു എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ഒരു കസേര എന്ന് പറയുമ്പോഴത്തേനും മറ്റേ ആവുന്ന ഒരു സാധനമൊക്കെ ഇട്ടിട്ട് അത്തരത്തിലൊരു രീതിയിലാണ് ഫണ്ണി വേയിലാണ് അവരാണ് ഡീൽ ചെയ്തിട്ടുള്ളത്. 3 ദിവസം തുടരെ അൻവറിന്റെ വെളിപ്പെടുത്തൽ. അതെ അതെ അതെ. അത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, സഖാവെന്ന നിലയിൽ എന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, ഇനി എനിക്കൊന്നും ചെയ്യാനില്ലെന്നൊക്കെ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇല്ലെങ്കിൽ ഇത്രയും വെളിപ്പെടുത്തലുകൾ നടന്നിട്ട് എന്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞ സംശയം രാജി വേണം എന്ന് പറഞ്ഞോണ്ടിരിക്കുക. കുറച്ച് എന്തെങ്കിലും ഒക്കെ ഒരു വേറെ ഇട്ട് കൊടുത്ത് ഇപ്പൊ മുകേഷ് എവിടെ, അൻവർ എവിടെ, എല്ലാം ഒതുങ്ങി പോണു. അപ്പൊ അങ്ങനത്തെ നമ്മള് പറയുന്നല്ല, കുറെ ആളുകൾ പൊതുവെ സംശയം തോന്നുന്നതാണ്. അതെ അതെ, സാധൂകരിച്ച നല്ലത്. അതെ അതെ. അപ്പം ആ രീതിയിൽ ഇപ്പം എല്ലാം രാജിയായി അൻവർ ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ADGP അജിത് കുമാറിനെതിരെയുള്ള അല്ലെങ്കിൽ PV അൻവർ ഉന്നയിച്ചിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് പുള്ളിയുടെ നേതൃത്വത്തിന്റെ കീഴിൽ തന്നെയുള്ള കീഴുദ്യോഗസ്ഥരാണ്. വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പം ADGPയുടെ റാങ്കിലും താഴെയുള്ള ഉദ്യോഗസ്ഥരാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കേസ് അന്വേഷിക്കുന്ന ആൾ നമ്മുടെ ഹയർ പൊസിഷനിൽ ഇരിക്കുന്നു. നമ്മളിപ്പോ ഹേമ കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ പവർ സ്ട്രക്ചർ മേളിലിരുന്നിട്ട് താഴെ കാര്യങ്ങൾ ലീഡ് ചെയ്യുന്ന പോലത്തെ ഒരു കാര്യമാണ്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പ്രധാന വാർത്ത. അതെ, പ്രധാനപ്പെട്ട വാർത്തയാക്കി. അതെ അതെ അതെ. അത് കാരണം ഒരു വലിയൊരു വിവാദമാണ്. അപ്പൊ വർഷങ്ങളായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ആളുകൾ പറയുന്നതാണ് പോലീസ് സേനയിൽ ക്രിമിനലുകൾ ഉണ്ട് എന്നൊക്കെയുള്ളത്. പൊട്ടും എന്ന് വിചാരിച്ച പ്രശ്നങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ സോൾവ് ആയിട്ടുണ്ട്. പിന്നെ നാളെ ഈ ഒരു ന്യൂസ് കാണുമോന്ന് തന്നെ ഒരു സംശയം. നാളെ ഈ ന്യൂസ് കാണുമോന്ന് തന്നെ സംശയം. അതെ അതെ.
അതെങ്ങനെയെങ്കിലും ഒതുക്കി 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 അതെ അതെ ഹേമ പോലെ ഒതുക്കി 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 എന്നെ ഒതുക്കാനാണല്ലോ ഇതറിയും. അതെ 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 ഇത് ഒതുക്കാൻ എന്തിറക്കും? അതെ അതെ ഇനി അത് നമുക്ക് നോക്കിയിരുന്ന് കാണാം. അതെ, നമുക്ക് നാളെയും പക്ഷെ ഒതുങ്ങും എന്ന് പ്രതീക്ഷിച്ച കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം പല ആളുകൾക്കും ഈ പറയുന്ന പോലെ സിനിമാക്കാർ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളുടെ ജീവിതം ചർച്ചയാക്കുന്നതിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ട്. ഇതിലൊരു 7 മണിക്ക് ശേഷം ഒരു പ്രധാന ഒരു വാർത്ത വന്നു. അതെ അതെ. അപ്പം ഹേമ കമ്മിറ്റി അഴിച്ചുവിട്ട കൊടുങ്കാറ്റ് അടങ്ങിയിട്ടില്ല. നമ്മൾ അടങ്ങുമെന്ന് ഓരോ ദിവസം പ്രതീക്ഷിക്കുമ്പോഴും ഓരോരുത്തരായിട്ടാണ് ഇതിന്റെ ഒരു പൊസിഷനിലേക്ക് വരുന്നത്. അതെ അതെ. ഇപ്പൊ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കേസുകൾ അല്ലാത്ത കേസുകളാണ് ഇപ്പൊ വന്നിരിക്കുന്നതും. രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാവുന്നതും നടന്മാർ ഒന്നൊന്നായി ഔട്ടാവുന്നതും വിഗ്രഹങ്ങളെല്ലാം തകർന്ന് അടിയുന്നതും ഒക്കെ. എല്ലാം കഴിഞ്ഞ ദിവസം JBI എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ അത് പറയുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ അതിലൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ഒരു ഇതുണ്ട്, വിഗ്രഹങ്ങൾ തകർന്ന് അടിഞ്ഞു എന്ന് പറഞ്ഞ് പ്രധാന നടന്മാരുടെ ഒക്കെ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അവര് എടുക്കുന്ന നിലപാടുകള്, ഒന്നും അറിയില്ലാത്ത പോലെ ബിഹേവ് ചെയ്യുന്നത്. ഇതൊക്കെ വിഗ്രഹങ്ങൾ തകർന്ന് അടിയുകയാണ്. അതിന്റെ ഒപ്പം തന്നെ വേറൊരു കേസ് കൂടി, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭീകരൻ ഉയർത്തിവിടുന്ന കേസിന്റെ ഒപ്പം തന്നെ പുതിയ ഒരു കേസ്, 2 കാര്യങ്ങളാണ് അതിന്റെ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിലൊന്ന് നിവിൻ പോളിയുടെ. അതെ, എന്താണത്? നിവിൻ പോളി അടക്കം 6 പേർക്കെതിരെ പീഡന ആരോപണം, 6 പേർക്കെതിരെ കേസെടുത്തു. ഇന്നലെ ഒരു 7 മണിക്ക് ശേഷമാണ് എല്ലാ ചാനലിലും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ന്യൂസ് ആയിരുന്നു നിവിൻ പോളിയുടെ കേസ്. അതെന്നായിരുന്നു? അതെ, അപ്പൊ നിവിൻ പോളി ഒരു ശ്രേയ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആണ് അതിനകത്ത്. അല്ല, അത് പത്രത്തിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം അല്ലെ ആ കുട്ടിയതല്ല, അവരാണ് 1-ാം പ്രതി, മനസ്സിലായോ? അപ്പൊ അവര് ജോലി വാഗ്ദാനം ചെയ്ത് കെയർ ഗീവർ ആയിട്ട് ജോലി നൽകാം എന്നുള്ള രീതിയിൽ കൊണ്ടുപോയിട്ട് അവരെ വേറെ രീതിയിൽ ഇത്തരത്തിൽ ഉപയോഗിക്കുകയായിരുന്നു. അവരുടെ അതില് ഈ ആളും പെട്ടിട്ടുണ്ട്. 1-ാം പ്രതി. 1-ാം പ്രതി അവരാണ്. അപ്പം ഒരു പെണ്ണാണ് 1-ാം പ്രതിയായിട്ട് വന്നിരിക്കുന്നത്. അതെ അതെ. നമ്മള് അതിപ്പം പക്ഷെ ആ പെണ്ണിന്റെ പേരിലൊന്നും വരില്ല, കാരണം ഒരു പ്രധാന ഒരു നടനുള്ളത് കൊണ്ട് നീമ്പോളി വെച്ച് അവര്. അത് അങ്ങനെയല്ല, അത് ഇയാൾ ഫേമസ് ആയതുകൊണ്ട് അയാൾക്ക് ശ്രദ്ധ പോകുന്നു എന്നതാണ്, അല്ലാതെ that doesn't mean that അങ്ങനെയല്ല. അപ്പൊ ഇതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളത്, അതിപ്പോ നിങ്ങൾ ചോദിച്ചില്ല ഒരു സ്ത്രീയാണോ എന്ന് പറയാം. ഇത്തരത്തിലുള്ള വിദുര കേസില്, സൂര്യനെല്ലി കേസില്, അപ്പം അജിതാനന്ദോ ആണ് അവരുടെ പേര്, വിദുര കേസിലേക്ക്. അപ്പം ഇതിലെല്ലാം ഇത്തരത്തിലുള്ള കേസുകളിൽ സ്ത്രീകളുണ്ട്. അപ്പൊ നമ്മളത് അത്ഭുതത്തോടുകൂടി ഈ സ്ത്രീ അങ്ങനെ കാണുന്ന കാര്യമൊന്നും. യുവതിയെ ദുബായിൽ ജോലിക്ക് കൊണ്ടുപോയ ശ്രേയ എന്ന യുവതിയാണ് 1-ാം പ്രതി. നിവിൻ പോളിയുടെ സുഹൃത്ത് തൃശൂർ സ്വദേശി, അതൊക്കെ പേര് പറയണം അവരുടെ, സുനിൽ, ബഷീർ, കുട്ടൻ, ബിനു എന്നിവരാണ് മറ്റു പ്രതികൾ. പരാതി അടിസ്ഥാനരഹിതമാണെന്ന് നിവിൻ പോളി അത് ഇന്നലെ പറഞ്ഞായിരുന്നു. വാർത്താ സമ്മേളനം 9:15 കാര്യമായിട്ട് ചേർത്ത് വെച്ച് പറഞ്ഞ വിദുര കേസിലൊക്കെ ആ ഒരു പിമ്പ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഇതായിട്ട് വരുന്ന സ്ത്രീകളൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനത്തെ കേസുകൾ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നു അങ്ങനെ സ്ത്രീകൾ കേസുകളിൽ വരില്ല, അങ്ങനെയൊന്നുമില്ല. അവരും അതൊക്കെ വരുന്ന ആളുകൾ തന്നെയാണ്. 1-ാം പ്രതിയായിട്ടാണ് ശ്രേയ എന്ന് പറയുന്ന ആളെ പറയുന്നത്. അതിന്റെ ഒപ്പം ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പൊ അതില് നിവിൻ പോളി എന്ന് പറയുന്ന നമ്മുടെ വളർന്നു വരുന്ന യുവതാരം കൂടി അതില് പങ്കാളിയാണ് എന്നൊരു തരത്തിലാണ് ഇത്തരത്തിലുള്ള വാർത്ത. ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്, നിവിൻ പോളിക്കെതിരായ പീഡന പരാതി തെളിവുകളൊന്നും കൈവശമില്ല പരാതിക്കാരി. അതെ, അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിവിൻ പോളിയുടെ വാർത്താ സമ്മേളനം തന്നെ വളരെ അത് ഭയങ്കരമായിട്ടുള്ള, അത് ഒരിക്കലും അതെ മറ്റ് പല ആളുകളും ഇത്തരത്തിലുള്ള ആരോപണം വന്നതിനെ തുടർന്ന് സ്വീകരിച്ചൊരു നടപടിയായിരുന്നില്ല അദ്ദേഹത്തിന്റെ എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം ആരോപണം വന്ന അപ്പോ തന്നെ അദ്ദേഹം മുമ്പിലോട്ട് വരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പരാതിക്കാരിയെ കുറ്റം പറയുന്നില്ല, വേറെ ആരെയും കുറ്റം പറയുന്നില്ല. എന്റെ ഭാഗത്ത് ന്യായമുണ്ട്, ഞാൻ എന്തും ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഏതറ്റം വരെയും പോകുന്നു. വളരെ ഇത്രയും മെച്യൂർ ആയിട്ട് ഈ കാര്യത്തിന് ഈ പറയുന്ന പോലെ മെച്യൂർ ആയിട്ട് അദ്ദേഹം ഡീൽ ചെയ്യുന്നത്. വേറെ ആരേക്കാളും ഈ പറയുന്ന പത്രസമ്മേളനങ്ങളിൽ വന്ന അല്ലെങ്കിൽ അതുമായി പ്രതികരിച്ച് ഏതൊരാളെക്കാളും വളരെ ക്ലിയർ കട്ടായിട്ട് അദ്ദേഹം അത് പറയുന്നുണ്ട്. അത് കാരണം തനിക്കെതിരെ വന്ന വ്യാജ പ്രചരണമാണെന്നാണ്. അതെ, കണ്ടിട്ടോ സംസാരിച്ചിട്ടോ അന്വേഷണത്തോട് സഹകരിക്കും, ഒളിച്ചോടില്ല. അദ്ദേഹം വളരെ കാര്യമായിട്ട് അതിനെ പറ്റിയിട്ട് ഒരു അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. അതിങ്ങനെയാണ്, ഒരു സ്ത്രീ പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ പറയുമ്പോൾ പരാതിക്കാരിയെ പിന്തുണയ്ക്കുക എന്നതാണ് നിലപാട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം മലയാള സിനിമയിലെ പുരുഷന്മാരിൽ നിന്നുണ്ടായിരുന്നെന്ന് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ക്ലാരിറ്റിയുള്ള പ്രതികരണമാണ് നിവിൻ പോളിയുടേത്. അതാണ് ആ വാക്ക്, ക്ലാരിറ്റിയുള്ള പ്രതികരണം.
നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, ഞാൻ എവിടെയും പോകില്ല, അന്വേഷണവുമായി സഹകരിക്കും, വ്യാജ പരാതിയാണെന്ന് തെളിയിക്കാൻ നിയമപരമായി പോരാടും എന്ന പ്രതികരണം കൃത്യമാണ്. പരാതിക്കാരിയെ അധിക്ഷേപിക്കാതെ തന്റെ ഭാഗം കൃത്യമായി പറയുകയാണ്. ഇത് വേണമെങ്കിൽ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്ന ഒരു കമന്റ് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം കാരണം ആ കേസ് ഇങ്ങനെ പൊട്ടി മുളച്ചപ്പോ തന്നെ അദ്ദേഹം അതിന് ആൻസറുമായിട്ട് രംഗത്തെത്തി. പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യം. അതാണ് ആ വാക്ക് കൃത്യതയോടെ വളരെ കൃത്യമായി പറയേണ്ടത് പറഞ്ഞ്. കാരണം പരാതിക്കാരി പറയുന്നത് ഭക്ഷണം നൽകുന്നതിനിടയ്ക്ക് കയറി പിടിച്ചെന്ന് നിവിൻ പോളി. എന്തൊക്കെ അതായത് നിവിൻ പോളി അത് ആ പെണ്ണിനെ അബ്യൂസ് ചെയ്തു എന്നാണ് പരാതിക്കാരി പറഞ്ഞത്. ഇപ്പൊ പറയുന്ന ആ പുള്ളിക്ക് ആ പരാതിക്കാരിയുടെ കയ്യിൽ തെളിവുകളില്ല എന്നാ. തെളിവുകളില്ല. ഇപ്പൊ വരുന്ന കേസുകൾക്കൊന്നും തെളിവുകളില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. കോമഡി അല്ല, തെളിവ്. പരാതിക്കാരിക്ക് തെളിവില്ല. പിന്നെ അത് നമ്മൾ പിന്നെ എന്തായിട്ടാ നോക്കേണ്ടത്? പരാതിക്കാര് ഇതിനെതിരെ ഷീലാമ എങ്ങാണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ഈ തെളിവില്ല എന്ന് പറയുമ്പോ ആൾക്കാര് നമ്മളെ അബ്യൂസ് ചെയ്യുമ്പോ സെൽഫി എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചോണ്ട് ഫണ്ണി ആയിട്ട് ചോദിച്ചായിരുന്നു. അദ്ദേഹം പറഞ്ഞില്ല ഇന്നലെ പ്രശാന്ത് നടനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. എനിക്ക് അതിലും നല്ലൊരു ആലി അല്ലെങ്കിൽ ഈ വിഷയത്തിൽ രസകരമായില്ലേ കാര്യഗൗരവത്തോടെ ഡീൽ ചെയ്ത ഒരാളുണ്ടെന്ന് തോന്നുന്നില്ല. ഭയങ്കര കാര്യമായി ഒന്ന് ശോഭിക്കാതെ അത് എന്താണ് പോയിന്റ് വളരെ സിമ്പിൾ ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞു പോയത്. എന്റെ ഫോൺ നിവിൻ പോളിയുടെ കയ്യിലാണ്, അതാണ് ഇദ്ദേഹത്തിന് ഇത്രയും കോൺഫിഡൻസ് ആണ് പരാതിക്കാരി പറയുന്നത്. വീണ്ടും പിന്നെ ഒരു ഇത് അങ്ങനെയാണെങ്കിൽ തപ്പിപ്പിടിച്ചാൽ പോലെ കിട്ടും. അല്ല അതാ പറഞ്ഞത്, ന്യായീകരിക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഇത് ഈ പറഞ്ഞ ഒരു കാര്യം തന്നെയുള്ളത്. നിയമപരമായി പോരാടുകയാണെങ്കിൽ നിയമത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ആരാണ് അല്ലെങ്കിൽ ഇവര് പറയുന്ന അക്യൂസിഷൻ അല്ലെങ്കിൽ ജെൻഡർ ഇതൊന്നും നിയമത്തിന്റെ മുമ്പിൽ ബാധകമായിട്ടുള്ള കാര്യമല്ല. അപ്പം എങ്ങനെയാണെങ്കിലും അത് പുറത്തു വരട്ടെ എന്നാണ് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്ന പരാതിക്കാര് പറയുന്നുണ്ടെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകുന്ന നിവിൻ പോളിയും പറയുന്നുണ്ട്. ഇത് ഇന്നലെ ഒന്നും വന്നല്ല, ഇതിന് മുമ്പ് ഇത്തരത്തില് ഈ കേസ് തന്നെ കുറെ ഒരു വർഷം മുമ്പ് വന്നിട്ടുണ്ട്. ഒരാള് ഫേസ്ബുക്കിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പെണ്ണാണോ നിറത്തില് ഒരു പുള്ളിക്കാരിട്ടുണ്ടായിരുന്നു കാസ്റ്റിംഗ് കോൾ എന്ന് പറഞ്ഞ പലതവണ. കാസ്റ്റിംഗ് കോൾ ഇപ്പൊ ഏത് നടന്റെ പേരിൽ എങ്ങനെ വേണമെങ്കിലും വെക്കില്ല. പക്ഷെ എന്തായാലും നിവിൻ പോളിയുടെ കാര്യത്തിൽ നിന്ന് കൃത്യതയോടെ ആള് ഒരു പരാമർശം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം ശരിയോ തെറ്റോ ഓട്ടോറിറ്റീസ് നമുക്ക് അറിയില്ല ആരുടെ ഭാഗത്താണ് ശരിയെന്ന്, ഇയാളുടെ ഭാഗത്തോ അവരുടെ സ്ത്രീയുടെ നമുക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഏറ്റവും നല്ലൊരു കാര്യം വളരെ കൃത്യതയോടാണ് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുള്ളത്. ആരെയും ഒരു കുറ്റം പറയാതെ അല്ലെങ്കിൽ അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് എന്നെ ബ്ലാക്ക് ഇതൊന്നുമല്ല പുള്ളി പറഞ്ഞു. ഞാൻ നിയമപരം നേരിടും, ഞാൻ അവരെ കണ്ടിട്ടില്ല, ഞാൻ നേരിടും. അതൊരു ഇന്നവേ നല്ലൊരു പ്രതികരണമാണെന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും. കാരണം ഇതുവരെ ഈ പീഡനാരോപിതരായാലും എല്ലാവരും 2 ദിവസമൊക്കെ കഴിയുമ്പോഴാണ് ഓരോ സ്റ്റേറ്റ്മെന്റുമായിട്ട് വരുന്നത്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് 1 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം പ്രസ് മീറ്റ് വിളിച്ച് അദ്ദേഹത്തിന്റെ നിലപാട് അറിയിച്ചു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അത് വലിയൊരു കാര്യമാണ്. ഇംഗ്ലീഷിലും കൊടുത്തു, മലയാളത്തിലും കൊടുത്തു. അപ്പൊ അതൊരു കാര്യമാണ്. പിന്നെയും ഇന്നത്തെ പത്രങ്ങളില് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകളുണ്ട്. അത് ഒന്ന് നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാർ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിങ്ങനെയാണ്: താൻ താരാധിപത്യത്തിന്റെ ആദ്യ ഇരയാണ് എന്നൊരു കാര്യമാണ് അദ്ദേഹം. ശ്രീകുമാരൻ തമ്പി സാർ ജെൻസി കിഡ്സിന് അറിയണ്ടാവില്ല. അദ്ദേഹം പഴയകാല സൂപ്പർ നടനാണ്, സംവിധായകനാണ്, ഗാനം എഴുതുന്ന ആളാണ്. അപ്പം അദ്ദേഹം അതെ അദ്ദേഹം പറയുന്നത് ആദ്യ ഇരയാണ് താനെന്നാണ് പറയുന്നത്. അപ്പം ശ്രീകുമാരൻ തമ്പിസാർ പറയുന്നത് കോൾ ഷീറ്റ് നൽകാതെ നിർമ്മാതാവും സംവിധായകന്മാരും കൂടി ഒതുക്കിയ ഒരാളാണ് താനെന്നുള്ളൊരു കാരണം പവർ ഗ്രൂപ്പ് ഇല്ല എന്നൊരു ഒരാളുകൾ, അതായത് ഏറ്റവും പ്രമുഖരായ ആളുകൾ പറയുന്നു. അറ്റ് ദ സെയിം ടൈം ഇവിടെ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളുകൾ പറയുന്നു. അപ്പൊ അതൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് അതുവരെ നായകനായിരുന്ന രതീഷിനെ വില്ലൻ സ്ഥാനത്തേക്ക് മാറ്റിയാണ് മുന്നേറ്റത്തിൽ മമ്മൂട്ടിയെ താൻ നായകനാക്കിയത്. അത്രത്തോളം വിനീതനായ മമ്മൂട്ടി താൻ പിന്നീട് കണ്ടിട്ടില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനം ആ സമയത്തുള്ള ഒരു വിധേയത്വം അത് കണ്ടിട്ടില്ലെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് ഈ സിനിമയിൽ നിന്ന് പാട്ട് എഴുതുന്നതിന് പോലും മമ്മൂട്ടി തന്നെ തടഞ്ഞു. മോഹൻലാലിന് അവാർഡ് കൊടുത്തത് താനല്ല,
അത് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷനാണ്, ജൂറിയാണ് അവാർഡ് നിശ്ചയിച്ചെന്നൊക്കെ ശ്രീകുമാരൻ തമ്പി പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു വലിയ വിമർശനം എന്ന് പറയുന്നത് മോഹൻലാൽ മമ്മൂട്ടി എന്ന 2 പേരുകളിലേക്ക് മലയാള സിനിമ ചുരുങ്ങി പോയി എന്നുള്ളൊരു രീതിയിലാണ് പറയുന്നത്. ഇതാണ് താരാധിപത്യത്തിന് കാരണമായതെന്ന് പറയാതെ പറഞ്ഞെന്ന് വേണമെങ്കിൽ വിചാരിച്ചോ. അതെ, അപ്പൊ അതൊരു കാര്യമാണ്. അതെ, അപ്പൊ അദ്ദേഹം ആ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പം മോഹൻലാൽ പറയും പോലെ കഥകൾ എഴുതുന്നവരും അവർക്ക് ഇഷ്ടംപോലെ ഷോട്ട് എടുക്കുന്നവർക്ക് മാത്രമാണ് പ്രാധാന്യം കിട്ടിയത്. അവർ സംവിധായകരെ സൃഷ്ടിക്കാൻ, അതായത് താരങ്ങൾ തന്നെ സംവിധായകരെ സൃഷ്ടിക്കാൻ തുടങ്ങുന്ന ഒരു കാര്യം ഉണ്ടായി എന്നാണ് അതിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അപ്പൊ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തെ വേണമെങ്കിൽ പവർ ഗ്രൂപ്പ് എന്ന്, അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു പ്രാധാന്യത്തെ അല്ലെങ്കിൽ ഈ റോളിനെയൊക്കെയോ പവർ ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പം അതാണ് മെയിൻ ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു പരാമർശങ്ങളായിട്ട് വരേണ്ടത്. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ ആരോപണ വിധേയനായിട്ടുള്ള മുകേഷ് രാജിവെക്കേണ്ടത് തന്നെയാണെന്നും ശ്രീകുമാരൻ തമ്പി സാറ് പറയുന്നത്. സീനിയർ ആയിട്ടുള്ള 2-3 ദിവസമായിട്ട് അതിനെപ്പറ്റി ഒരു വാർത്ത വരുന്നില്ല, മുകേഷിനെ പറ്റിയുള്ള. അതെ 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 അതെ. അപ്പം അതാണ് കളികൾ അതിനകത്ത് നടക്കുന്നത്. കാരണം ഒരു സീറ്റ് പോകുന്നുള്ള പേടിയാണോ? അതെ അതെ അതെ, സീറ്റ് പോകുമെന്നുള്ള ഭയം ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ എന്തായാലും കാരണം ഇനി ഒരു ഇലക്ഷൻ വരികയാണെങ്കിൽ ഇത്രമാത്രം ഡാമേജ്ഡ് ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഇതിന് മുമ്പുണ്ടായിരുന്ന വളരെ ജനസമ്മതിയുള്ള ഒരു നേതാവിനെ പിന്മാറ്റിയാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. വളരെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു നേതാവിന്റെ അദ്ദേഹത്തിന് പകരമാണ് ഇവിടെ നമ്മുടെ മുകേഷിനെ കൊല്ലത്ത് മത്സരിപ്പിച്ചൊക്കെ. വരും ദിവസങ്ങളിൽ ചിലപ്പോ പ്രതിഷേധം ശക്തമാവുമെന്ന് എനിക്ക് തോന്നുന്നു. അറിയില്ല, നമുക്ക് കാരണം ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി കാണും. അപ്പൊ എല്ലാരും മനസ്സിലാക്കിയ ആൾക്കാർ അടുത്ത വോട്ടിനെങ്കിലും കറക്റ്റ് ആവട്ടെ. അതെ അതെ, കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കാര്യത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുമെന്നുള്ള രീതിയിലൊക്കെ സംസാരങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. അപ്പൊ അത് എങ്ങനെയായിരിക്കും പാർട്ടി ഡീൽ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അപ്ഡേഷൻ ആണ്. അതേപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ യുവതിയുടെ പരാതി വ്യാജമാണെന്ന് പറഞ്ഞ് നിവിൻ പോളി വന്നിട്ടുണ്ട്. എന്താണെന്നും സത്യം തെളിയട്ടെ. അതെ അതെ, അതേപോലെ തന്നെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് രഞ്ജിത്ത് ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ ആരോഗ്യകരമായ പ്രശ്നങ്ങളുണ്ട്. അതിനാൽ ഈ ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നമുള്ള പുള്ളിയില്ല അന്ന് മറ്റേ വയനാട് പോയിട്ട് വയനാട് തിരിച്ചു അതല്ലേ അന്ന് മറ്റേ ഫസ്റ്റ് ദിവസം തന്നെ വയനാടല്ലായിരുന്നു പുള്ളി. വയനാട് നേരെ വീട്ടിലോട്ട് തിരിച്ചല്ലേ. എന്താണെങ്കിലും അദ്ദേഹത്തിന് ആരോഗ്യകരമായ ചില യാത്ര ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ ചെയ്തുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും. പിന്നെ ഇത്ര വലിയ ആരോപണങ്ങളല്ല ഇത് ഉയർന്നതല്ലേ. അപ്പൊ പുള്ളിനെ പോലൊരു വലിയ സാംസ്കാരിക നായകൻ പറഞ്ഞാണ് പരാതിക്കാരിയുടെ ആരോപണത്തിൽ അവ്യക്തത ഉണ്ടെന്നും 2009 നടന്നു പറയുന്ന സംഭവത്തിൽ 2024 പരാതി നൽകിയതെന്നൊക്കെയാണ് അദ്ദേഹം ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ. അത് നമ്മൾ ഒരുപാട് ആൾക്കാർ ഈ ഒബ്ജക്ഷൻ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ ഉയർന്നു വരുന്നത്. അതായത് ഇങ്ങനെ ഒരു ഡിബേറ്റ് വന്നാൽ പോലും ആദ്യം പോയിന്റ് ആയിട്ട് വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണല്ലോ ഇപ്പോൾ തുറന്നു പറയുന്നത് എന്നൊക്കെ ഉള്ള വലിയ ചർച്ചകൾ. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സത്യം എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കുറെ അബ്യൂസുകൾ നേരിട്ടാൽ അന്ന് പ്രതികരിക്കാനുള്ളൊരു ത്രാണി ഡെവലപ്പ് ആകത്തില്ല. നമ്മൾ വളർന്നു വരുമ്പോഴാണ് നമ്മളെ തന്നെയുള്ള ഒരു ക്യാരക്ടറും നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസും വളർന്നു വരുന്ന അപ്പൊ തന്നെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ടും കൂടെ വന്ന സ്ഥിതിക്ക് അത് നമ്മുടെ ആ ഒരു കോൺഫിഡൻസിനെ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ഊർജ്ജത്തെ പിന്നെ ശക്തിപ്പെടുത്തുകയാണ്. അപ്പൊ നമുക്ക് എതിർക്കാനുള്ള ശക്തി കൂടും. കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുന്ന എണ്ണം എത്രത്തോളമാണ് നമുക്ക് കാണുമ്പോൾ ഇച്ചിരി കൂടെ പ്രതികരിക്കാനുള്ള അതുകൊണ്ട് അത് അതെ അതാണ്. അപ്പൊ അത് വർഷങ്ങളുടെ കാത്തിരിപ്പൊന്നും അല്ല. അവർക്ക് പ്രതികരിക്കാൻ കറക്റ്റ് ടൈം ഏതാണെന്നുള്ളത് ഇപ്പോഴാണെന്നാണ് എനിക്ക് തോന്നിയത്. അന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ അവർക്കൊന്ന് മുന്നിലുള്ള സിനിമകളിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിനിമയില് ഒരുപാട് കുറെ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകനായിട്ടുള്ള അരുൺ ചേട്ടന് കുഞ്ഞുണ്ടായതിന്റെ സന്തോഷം പങ്കിടാൻ 3 ലഡു. അപ്പൊ ഈ പറഞ്ഞു വന്നതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. 20 വർഷം മുമ്പ് 10 വർഷം അന്നത്തെ സാമൂഹിക അവസ്ഥകൾ, അവർക്കുണ്ടായിരുന്ന റോള്, അന്നത്തെ സാമൂഹിക അവസ്ഥകൾ, നമ്മൾ പലതും പല കാര്യങ്ങൾ. അപ്പൊ പല കാര്യങ്ങളും ഇതിനെ ബാധിക്കുന്നതാണ്. 15 വർഷമല്ലേ? അതെ, 15 വർഷമൊക്കെ എടുക്കുക. അതിനെ പറ്റിട്ട് അത് സിമ്പിൾ ആയിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം എന്ന് പറയുന്നത്
സിമ്പിൾ ആയിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ ഇപ്പൊ പല ആളുകൾ ഇപ്പൊ കഴിഞ്ഞ പ്രമോദർ തന്നെ എടുത്ത് പറയാണ്, കുഞ്ഞിലെ ആയിരിക്കും നമുക്ക് ഈ ഒരു അനുഭവം ഉണ്ടാവുന്നത്. അന്ന് നമുക്ക് അറിയില്ല, നമ്മളെ കളിയാക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് നമ്മള് സിമ്പിൾ ആയിട്ട് പറയാം. നമ്മളൊരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്കൊരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ വേറെ ആരും നമ്മൾ അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടുകാരോടോ ടീച്ചറോട് പറയുമ്പോൾ വീട്ടുകാരും ടീച്ചറും ചിലപ്പോൾ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളായിരിക്കും വഴക്ക് പറയുന്നത്. അതായത് നീ എന്തിനാ നമ്മൾ നിന്നു, നീ എന്തിനാ അങ്ങനെ ചെയ്തു, നീ എന്തിനാ അങ്ങനെ നിന്നു, അങ്ങനെ ചോദ്യം. രഞ്ജിത്തിനെതിരെ ഒരാൾ വന്നില്ല ആരോപണമായിട്ട്, അവരുടെ കമന്റ് ബോക്സ് ഫുൾ ഇങ്ങനെയായിരുന്നു, നീ എന്തിനെങ്ങനെ പോയി, എന്തിനെങ്ങനെ ചെയ്തു. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഒരു സൊസൈറ്റി നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരാണല്ലോ, പക്ഷെ നെഗറ്റീവ് പറയാൻ ഇഷ്ടംപോലെ പേരുണ്ട്. ഞാൻ വിചാരിക്കുന്നത് എങ്ങനെ നിന്നാലും നമ്മുടെ നമ്മളിപ്പം നിനക്ക് എന്നെ ഉപദ്രവിക്കാൻ തോന്നില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് വളർന്നു വരാം, അല്ലെങ്കിൽ ആ ഒരു ധാർമ്മികത ഏറ്റെടുക്കുക എന്നുള്ളൊരു കാര്യമല്ലേ. അപ്പം അത് പറ്റാത്തതിന്റെ ഒരു കാര്യമാണ് ഇതിങ്ങനെ ന്യായീകരിക്കണം എന്നാണ് തോന്നുന്നത്. അപ്പം ഈ പറഞ്ഞത് തന്നെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പയ്യൻ, അതായത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ആൺകുട്ടികൾ അവർക്കെതിരെയുള്ള സെക്ഷൽ അബ്യൂസിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഭയങ്കര തമാശയാണ്. അതെ അതെ, ഒരു ഭയങ്കര റോങ്ങാണ്, നീ അങ്ങനെ ചെയ്തിട്ടില്ല, നീ ഇങ്ങനെ ചെയ്തിട്ടല്ലേ, നീ പോയി എന്തിനങ്ങനെ ചെയ്തു. അതെ 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 അതെ, നിനക്ക് പ്രതികരിച്ചൂടെ എന്നൊക്കെ വലിയ നിനക്ക് പ്രതികരിച്ചു, നീ ഒരു ആണല്ലേ, നിനക്ക് പ്രതികരിച്ചൂടെ, അങ്ങനെയൊക്കെ അങ്ങനെയാണോ അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് സൈബർ ആക്രമണം രൂക്ഷമാണ്. അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്നുണ്ടെങ്കിൽ ഒരു ടൂളായിട്ട് പലപ്പോഴും ഉപയോഗിച്ച് വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ്. അതായത് സൈബർ അറ്റാക്ക്. ഇപ്പൊ നമ്മൾ ഈ 7 നടിമാരെ കാണുന്നുണ്ട്. അപ്പൊ ഈ 7 8 നടിമാർ ഇതിനെതിരെ ശക്തമായി പറയുന്ന ആളുകൾ, ഇവരൊക്കെ സൈബർ ഇടങ്ങളിൽ ബുള്ളി ചെയ്യപ്പെട്ട് നമ്മളെല്ലാരും കണ്ടതാണ്. അപ്പൊ ഈ ബുള്ളിയും കാണുന്ന ആളുകൾ എത്രമാത്രം പുറത്തു വരും. സൈബർ ആക്രമണം എന്ന് പറയുന്നതും ഒരു കാര്യമായിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഈയിടെ ഒരു പെണ്ണും ഈ സൈബർ ആക്രമണത്തിലൂടെ സൈബർ ആക്രമണം കാരണം ഒരു മരണപ്പെടുക, ആത്മഹത്യ ചെയ്യുന്നു. അതൊരു കുഞ്ഞ്, അത് അതിന്റെ വിൻഷീൽഡിൽ കൊച്ച് എങ്ങനെയോ പോയി. അപ്പം അമ്മ അത് കണ്ടിരുന്നില്ല. അപ്പൊ ഇവരെ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ ഇവരിങ്ങനെ പറഞ്ഞ് ഇവരെ സ്ട്രെസ് ചെയ്ത്, അമ്മ മോശക്കാരിയാണ്, അമ്മ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ് ഇവർക്ക് ആ ടെൻഷൻ ഭയങ്കര പ്രശ്നമായി, ഡിപ്രസീവായി അവർ ആത്മഹത്യ ചെയ്തു. അപ്പം ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ് ആണ് മൊത്തത്തിൽ നടക്കുന്നത്. അപ്പൊ അതൊരു കാര്യമാണ്. നമ്മുടെ ഒരു ജനറേഷൻ ഈ സൈബർ ബുള്ളിങ്ങിനെ നേരിടാനുള്ള ഒരു ക്ലാസ് കൂടെ കൊടുക്കണല്ലേ. അവരുടെ ഒരു മെന്റൽ ഹെൽത്ത് അവയർനെസ് കൊടുക്കണം. അതെ, പുതിയ കാലത്ത് പുതിയ പരാതികൾ, പുതിയ പ്രശ്നങ്ങൾ. അന്ന് മരിച്ച പെൺകുട്ടിയില്ലേ, പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി, അതാ പറഞ്ഞ 18 വയസ്സായതുള്ളൂ ആത്മഹത്യ ചെയ്തത്. അതും ഭയങ്കര ഫെയിമായിട്ട് നിൽക്കുന്ന ഒരു ഇതാ. ഏതായാലും അവനെ അറസ്റ്റ് ചെയ്തു. അവനെ ഇറങ്ങിയോ? അതൊന്നും അറിയത്തില്ല. നമ്മുടെ ടിപ്പിക്കൽ മലയാളികൾ അങ്ങനെയാണല്ലോ, ഒരു കേസ് വളർന്നു വരും, എത്തും, അത് അതേപടി താഴെ പോകും, പിന്നെ അത് ലെവലിൽ പോകും. അതെ, പിന്നെ ബാക്കിയുള്ള ഹേമ കമ്മിറ്റിയുടെ അപ്ഡേറ്റ്സുകൾ എന്ന് പറയുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശ്വാസമില്ല എന്ന് ഭാഗ്യലക്ഷ്മി മാഡം പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. മാമിന്റെ പല സ്റ്റേറ്റ്മെന്റുകളും ചില സമയത്തൊക്കെ ഇപ്പോഴും വയനാട് എടുത്തിടാൻ പറയും. വയനാട് എടുത്തിടാൻ ഇത് വേറെ ആള്. എനിക്ക് പേരറിയത്തില്ല, ഫോട്ടോ മനസ്സിലാവും, കണ്ടറിയാതിരിക്കില്ല. അപ്പൊ അതേപോലെ തന്നെ നടന്മാരുടെ മുൻകൂർ ജാമ്യത്തിന്റെ കാര്യത്തിലും വിധി നാളെ വരുമെന്നാണ് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് അതുമായി ബന്ധപ്പെട്ട് എല്ലാ സിനിമാ യൂണിറ്റുകളിലും ആഭ്യന്തര പരാതി പരിഹാര സമിതി ഉറപ്പാക്കുമെന്ന് വനിതാ കമ്മീഷനും പറഞ്ഞിട്ടുണ്ട്. കാരണം വളരെ എന്താ പറയുക, നമ്മൾ ഭയപ്പെടുന്ന രീതിയിലുള്ള അക്യൂസിഷൻസ് ആണ് നടക്കുന്നത്. അപ്പം ഈ ഓരോ സെല്ലുകളിലും അല്ലെങ്കിൽ ഓരോ സിനിമാ സെറ്റുകളിലും ഇവരുടെ പ്രശ്നങ്ങൾ വേണ്ട രീതിയിൽ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ നടക്കുമെന്നാണ് പറയുന്നത്. അതെ അതെ. അതേപോലെ തന്നെ ഇപ്പം ഈ പൊസിഷനിലേക്ക് ഒഴിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പൊ അതായത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പൊസിഷൻ എന്ന് പറയുന്നത് ആരൊഴിഞ്ഞേക്കുവാണ്? ഇപ്പൊ രഞ്ജിത്ത് ഒഴിഞ്ഞേക്കാണ്. ആ സ്ഥാനത്തേക്ക് താൽക്കാലികമായിട്ട് പ്രേംകുമാറിനെയാണ് അതിന്റെ ചുമതലകൾ ഏൽപ്പിച്ചിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഒരു സംവിധായകനല്ലാതെ മറ്റൊരു ആള് ചെയർമാൻ ആ സ്ഥാനത്ത് അലങ്കരിക്കുന്നത്. ഒരു നടൻ അലങ്കരിക്കുന്നത്. പ്രേംകുമാർ നല്ല രസമായിട്ടോ ഒക്കെ ഡീൽ ചെയ്ത് ഭയങ്കര രസമാണ്. അതേപോലെ തന്നെ അലൻസിയർക്കെതിരായിട്ടുള്ള പരാതിയെ പറ്റിയിട്ടുള്ള പീഡന കേസിനെ പറ്റിയുള്ള അപ്ഡേറ്റും ഇന്നത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. പിന്നെ ഇന്നലെ നമ്മള് ഹേമ കമ്മിറ്റി വന്ന പിന്നെ ഒരുപാട് കേസ് ഇയാൾക്കെതിരെ വരുന്നുണ്ട്.
പീഡന കേസ്. ആണല്ലേ? മാപ്പ് പറയും. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നല്ലോ, റിമാക്കലിംഗിന്റെ വീട്ടില് ലഹരി ലഹരി പാർട്ടി ഉണ്ടെന്ന് ചർച്ച ചെയ്ത്. അതിനെതിരെ അത് അടിസ്ഥാനരഹിതമാണെന്നും പറഞ്ഞ് റിമാക്കലിംഗിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ആ ഗായികയ്ക്ക്, ചേച്ചി പറഞ്ഞ ആ ഗായിക. വീട്ടിൽ ലഹരി പാർട്ടികൾ നടത്തുന്നുവെന്ന ഗായിക സുചിത്രയുടെ ആരോപണത്തിനെതിരെ നടി റിമാക്കലിംഗൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും റിമാക്കലിംഗൽ അറിയിച്ചു. വളരെ മികച്ച പരിപാടി. അത് സുചിത്രയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം ഇതില് പറഞ്ഞല്ലോ, റിമാക്കലിംഗിൽ പറഞ്ഞോണ്ടല്ലോ, സുചിത്ര പലപ്പോഴും ഇങ്ങനെ ഭയങ്കര വിവാദപരമായിട്ടുള്ള ടോക്സ് പറയാറുണ്ട്. അപ്പം പുള്ളിക്കാരത്തിയുടെ ലീക്സ് തന്നെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളാണ്. അപ്പൊ അതിനെതിരെ ശക്തമായ രീതിയിൽ ആരെക്കുറിച്ച് എന്തും പറയാന്നുള്ള ഒരു ധാരണ തെറ്റാണ്. അതെ, അപ്പം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അന്വേഷിച്ച ശേഷം പറയുക. അതെ അതെ, തെളിവുകളുമായിട്ട് പുള്ളിക്കാരത്തിക്ക് അങ്ങനത്തെ ഒരു പരിപാടി ഉള്ളതാണ്. സുചിത്ര അല്ലെ, നോക്കണം. സുചിത്ര അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നതാണ്. അതെ, കഴിഞ്ഞ പ്രാവശ്യം കണ്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അത് വലിയ പ്രശ്നമായപ്പോഴത്തേക്കും മെന്റലി എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. അതെ അതെ അതെ, ധനുഷിനെതിരെ അവരുടെ എക്സ് ഹസ്ബൻഡ് കാർത്തികിനെതിരെയൊക്കെ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ അവര് പറഞ്ഞിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ലേ. അതെ അതെ, ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരത്തി കൊളുത്തി വിടും. പുള്ളിക്കാരത്തി ഇതേപോലെ തന്നെ ഒരു പവർ സ്ട്രക്ചർ ഉണ്ട് തമിഴ് ഇതില്. പുതിയ തമിഴ് യുവ ഒരു പ്രത്യേക തരം കൈൻഡ് ഓഫ് ആളുകളാണ് അങ്ങനെയൊക്കെ പറഞ്ഞ്, അതുപോലെ ചിമ്പു പൊട്ടനാണ്, അങ്ങനെയൊക്കെ പുള്ളിക്കാരത്തി. പൊട്ടൻ സെൻസ് പൊട്ടൻ, ഞാൻ അങ്ങനെയല്ല അങ്ങനത്തെ ഒരു വലിയ വിവരമില്ല, അങ്ങനത്തെ ഒക്കെ രീതിയിലൊക്കെ എന്തോ ആണ് പുള്ളിക്കാർ സംസാരിച്ചിട്ടുള്ളത്. അപ്പം സുചിത്ര എന്ത് തന്നെ ആയാലും ഈ പറയുന്ന പോലെ തന്നെ മുൻപോട്ട് കേസുമായി മുമ്പോട്ട് സത്യത്തിൽ അപവാദ പ്രചരണം ആണെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം അതെന്തായാലും വേണം. അത് ആരാണെങ്കിലും, അതിപ്പം ഈ പറയുന്ന ആളുകളാണെങ്കിൽ പോലും, ഈ ഇതിനെതിരെയും അതിന്റെ ഒപ്പം പറയുന്നവരാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടെങ്കിൽ തെളിയിക്കുക. എല്ലാവർക്കും ആരോ പറഞ്ഞല്ലേ, നിങ്ങൾക്ക് കേസ് കൊടുക്കാനുള്ള അവകാശമുണ്ട്, അത് തെളിയിക്കാനുള്ള അവകാശം ഞങ്ങൾക്കും ഉണ്ട്. അതെ അതെ അതെ, അതായത് നിവിൻ പോളി എടുത്ത സ്റ്റാൻഡ് ഏകദേശം അതിന് മുമ്പ് അല്ല ആ സ്റ്റാൻഡ് എന്നാ പറഞ്ഞത്. അപ്പം അതൊരു കാര്യമാണ്. അപ്പം അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. മക്കബൻ റിപ്പോർട്ടും പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലാണ് ഏറ്റവും പ്രാധാന്യത്തോടെ മലയാളികൾ ഉറ്റുനോക്കുന്ന വാർത്ത ആയതുകൊണ്ട് നമുക്ക് അതിനെ പറയാൻ സാധിക്കുന്നത്. മറ്റൊരു സങ്കടകരമായ വാർത്തയാണ് അടുത്തത്. എന്താണ് സങ്കടകരം? തിരുവനന്തപുരത്ത് ഇൻഷുറൻസ് കമ്പനി ഓഫീസിൽ തീ പിടിച്ച് 2 പേർ മരിച്ചു. മരിച്ചത് ദമ്പതികളാണ്. ഒരാള് ഓഫീസ് ജീവനക്കാരി, മറ്റേയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഒരു സങ്കടകരമായ കാഴ്ചയാണ്. ന്യൂസ് അപ്ഡേഷൻ ആയിട്ടല്ല, നമ്മുടെ ഒരു ദുരൂഹതയാണെന്നാണ് പറയുന്നത്. ദുരൂഹത ഉണ്ടെന്ന് അറിയുന്നു. യുവതി ഉൾപ്പെടെ 2 പേർ മരിച്ച ദുരൂഹത. ഇൻഷുറൻസ് കമ്പനിയിൽ ഏജൻസിയിൽ ഓഫീസ് തീ പിടിച്ചു. അത് ദുരൂഹതയാണോ? ദുരൂഹത ശരിയാണ്. ചിലപ്പോ നമ്മൾ ഒത്തിരി ചർച്ച ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. അവിടെ ചെന്ന് അന്വേഷിച്ചാൽ അറിയാം എന്താ സംഭവിച്ചെന്ന്. മറ്റൊരു ന്യൂസ് എന്താണ്? അതെ, അപ്പൊ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ UP-ല്, അതായത് വേറെ എവിടെയും കാണാത്തൊരു കാര്യമാണ്. ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ പറ്റി ഒരു അക്യൂസിഷൻ വരുമ്പോ തന്നെ അയാളുടെ വീട് പോയി നമ്മൾ അടിച്ചു തകർക്കുക, അല്ലെങ്കിൽ ബുൾഡോസർ വെച്ച് നമ്മള് പറഞ്ഞിരുന്നു ഇന്നലെ. ഇതിന് ഇരകളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. പഠിക്കുന്ന കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇത്തരത്തിലുണ്ട്. അപ്പൊ ബുൾഡോസർ രാജ് അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഒരു അക്യൂസിഷൻ വരുന്നു, അതിനെപ്പറ്റി യാതൊരു ചിന്തയില്ല, അതൊരു നിയമം കൈയാളുന്ന പോലെയാണ്. അതായത് പറഞ്ഞ കോടതി കൊടുക്കേണ്ട ഒരു, അല്ലെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷയ്ക്ക് പകരം നിയമം കൈയാളുന്ന പോലത്തെ ഒരു കാര്യമാണത്. അപ്പം ആ കാര്യത്തിൽ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഒരു വിധി പറഞ്ഞിരുന്നു. അതായത് ബുൾഡോസർ രാജ്, അതായത് ഒരാളുടെ ഒരു നിയമ നടപടിയും പാലിക്കാതെ ഒരു സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിലൊരു ശിക്ഷ എന്ന രീതിയിൽ ഒന്നും, അതായത് ഒരാളുടെ സ്ഥാപന രംഗമ വസ്തുക്കൾ പൊളിച്ചു നീക്കാൻ സാധിക്കില്ലെന്നും അങ്ങനെയുള്ള കാര്യത്തിൽ നിയമത്തിന്റെയും നീതിയുടെയും നടപടിക്രമങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പം അതിലാണ് ഇപ്പോ ആ ഒരു സുപ്രീം കോടതി വിധിയുള്ളത്. അതിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് CPI-യും. എല്ലാ ആളുകളും സ്വാഗതം ചെയ്യുന്നുണ്ട്. CPI-യും സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വളരെയധികം ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഈ പറയുന്ന പോലെ നിയമപരമായി, പിന്നെ നിയമസംഹിത എന്തിനാണ് നമുക്ക്, അപ്പൊ അത് നിയമപരമായി അതിന് ഡീൽ ചെയ്യുക, പ്രശ്നം സോൾവ് ചെയ്യാന്നല്ലാതെ ഒരു അക്യൂസിഷൻ വരുമ്പോ തന്നെ അയാളുടെ വീട് അടിച്ചു പൊളിക്കാന്നൊക്കെ പറയുന്നത് അത് മാത്രമല്ല. ഇത് പലപ്പോഴും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങളെയാണ് ഇത് ബാധിക്കുക. പലപ്പോഴും UP-ലാണ്. അപ്പം ഈ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകൾ ഗോമാംസം വീട്ടിൽ വെച്ചു എന്ന് പറഞ്ഞായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വന്ന സ്ത്രീ പീഡനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. വോട്ട് ഇറ്റ് ഈസ് ആ ഒരു ആക്ടിവിറ്റി, അതൊരു എന്താ പറയാ
സിസ്റ്റം ഫെയിലിയർ ആണെന്ന് കാണിക്കുന്നതായിരിക്കും ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ കാണിച്ച് അവരെ നിശബ്ദരാക്കാൻ നോക്കുന്നത്. അപ്പം അതൊരു കാര്യമാണ്. അപ്പം അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ബുൾഡോസർ രാജിനൊരു അവസാനം ഉണ്ടായിരുന്നു. അതിനുമായിട്ട് CPM സ്വാഗതം ചെയ്തു അത്യാവശ്യം ശ്രദ്ധയുണ്ട്. അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ പശുക്കടത്ത് സംശയിച്ച് കൗമാരക്കാരനെ വെടിവെച്ച് കൊന്നു. ഹരിയാനയിലാണ് സംഭവം നടക്കുന്നത്. അത് ഇന്നലെ നടന്നതാണ്. അപ്പൊ ഇന്നലെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരു സമയത്തിന് ശേഷം, അതായത് ഗോരക്ഷകർ അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടം നമ്മൾ നിരന്തരം ഇത്തരം വാർത്തകൾ, അതായത് വയോധികനെ ഗോമാംസം വെച്ചെന്ന് പറഞ്ഞാൽ ട്രെയിനിൽ ഉപദ്രവിക്കുന്നു, പയ്യന്മാരെ ഉപദ്രവിക്കുന്നു, വീട്ടിൽ കയറി ഉപദ്രവിക്കുന്നു. അപ്പൊ ഭയങ്കര സീരിയസ് തന്നെ വന്നപ്പോ നമ്മള് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ വീണ്ടും തുടങ്ങി. കാരണം ഈ ഇന്നലെ വെടിവെച്ച് വന്ന കൗമാരക്കാരൻ 19 വയസ്സുള്ളൂ, 12ാം ക്ലാസ്സുകാരൻ. പക്ഷെ അത് ഗോരക്ഷാ പ്രവർത്തകരെന്ന് സംശയിക്കുന്ന സംഘം കാറിൽ പിന്തുടർന്നു. ഏറ്റവും ആ ന്യൂസിനകത്ത് പ്രത്യേകം ശ്രദ്ധിച്ച കാര്യം എന്ന് പറയോ, പശുക്കടത്തുനിന്ന് സംശയിച്ചാണ് ഒരാളെ കൊന്നത്. സംശയത്തിന്റെ പേരിൽ ഒരാളെ വെടിവെച്ച് കൊന്നു. ഇവർക്കൊക്കെ തോക്ക് കിട്ടുന്നുണ്ട്. അതും 22 കിലോമീറ്റർ പിന്തുടർന്ന കുഞ്ഞ് മരിക്കുന്നതിന് മുൻപ് അത്രയും ജീവഭയത്തിലൂടെ കടന്നുപോയത് മരിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലാത്ത ഈ സംശയിക്കാന്ന് പറഞ്ഞ ഒരു പശുവിനെ കിടക്കുക എന്നൊക്കെ പറഞ്ഞാല് ഒരു ബാഗിനകത്തൊക്കെ ചുമ്മാ കയറ്റി ഇട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊന്നും അല്ലല്ലോ. അത് എന്നാലും അത് എന്ത് സംശയത്തിന്റെ പേരിൽ ഒരു ചെറുക്കനെയൊക്കെ കൊന്നു കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദികളാണ് കേട്ടോ. തോക്കുമായിട്ട് വെടിവെച്ച് കൊന്നു. തോക്ക് എവിടെ നിന്ന് കിട്ടി? ചുമ്മാ കിട്ടിയ സാധനമാണോ തോക്ക്? അവിടെയുള്ളവർക്കൊക്കെ അതൊക്കെ സർവ്വസാധാരണ തോക്കൊക്കെ സർവ്വസാധാരണമാക്കി അവിടെ. അതൊന്നും നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ ഇവിടുത്തെ സിസ്റ്റം അല്ലല്ലോ അവിടുത്തെ സിസ്റ്റം. എടാ ഇന്ത്യയാടാ, ഇന്ത്യയല്ലേ നമ്മുടെ കേരളം. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും, അതായത് ഇതിന്റെ ഒരു കാരണത്തിനെ പറ്റിയിട്ട് ഇന്നലെയും റിപ്പോർട്ടുകളുണ്ട്. അത് കാരണം ഇവർക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട്, ഈ കേസ് ആൾക്കൂട്ട കൊലപാതകങ്ങളാണ് പലപ്പോഴും. അപ്പൊ ഇത്തരം കേസുകളിൽ വേണ്ട രീതിയിൽ ഒരു 3-1 കേസുകളിൽ മാത്രമേ പലപ്പോഴും നീതി നടപ്പാവുന്നുള്ളൂ. അതൊരു വലിയ കാര്യമാണ്. അപ്പൊ ഇവർക്ക് കിട്ടുന്ന, അതേപോലെ തന്നെ മതപരമായിട്ട് കിട്ടുന്ന സപ്പോർട്ട്, അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. അതൊക്കെയാണ് ഇതിന്റെ ഒരു ഫാക്ട് ആയിട്ട് വരുന്നത്. അത് ഒന്ന് ആലോചിക്കും, 19 വയസ്സുള്ള ഒരു കുട്ടിയെ, അത് കുഞ്ഞാണ്. അപ്പൊ ഒരു തെറ്റാന്ന് പോലും നമുക്ക് തോന്നില്ല. തെറ്റ് തിരുത്താൻ അവസരം പോലും ഇല്ലാതെ ഒരാൾ ചേസ് ചെയ്ത് കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഖേദകരമായിട്ടുള്ള. അതേപോലെ തന്നെ സ്വന്തം കുടിലില് ഭക്ഷണം പാചകം ചെയ്തിരുന്ന ഈ സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ കയറി പോലീസ് ആക്രമിച്ച് കയറി ഒരു ചേച്ചീനെ കൊന്നു. ഇത് സെയിം കേസുകളാണ്. അതായത് ഇത് കഴിച്ചു, അതായത് ബീഫ് കയ്യിൽ വെച്ചു, അല്ലെങ്കിൽ ബീഫ് കണ്ടെന്ന് പറഞ്ഞൊക്കെയാ. നല്ല അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ വീണ്ടും അവരെ അറസ്റ്റ് ചെയ്തു. വീണ്ടും രാജ്യത്ത് പശുക്കടത്ത് ആരോപിച്ചിട്ടുള്ള കുറ്റങ്ങൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ കൂടുന്നു എന്ന റിപ്പോർട്ട് ഇന്നലെ ഉണ്ടായിരുന്നു. ഇതും കൂടി ബന്ധപ്പെടുത്തി തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. അപ്പം അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. മനുഷ്യരായിട്ടെങ്കിലും കണ്ട് സത്യം പശുക്കൾക്ക് കൊടുക്കുന്ന വിലയെങ്കിലും മനുഷ്യന് കൊടുത്താൽ മതി. രാജ്യത്തെ നടുക്കിയ ഒരു രാജ്യം നടുങ്ങുന്നുണ്ടോന്നുള്ളത് വലിയ കാര്യമാണ്. നമ്മൾ നടുങ്ങും, അവരെവിടെ നടുങ്ങുന്നുണ്ടെന്ന്. അവര് പശുവിനെ കടത്തിന്ന് ആരോപിക്കുമ്പോഴായിരിക്കും നടുങ്ങുന്നത്. മനുഷ്യനെ കൊന്നെന്ന് പറയുമ്പോ നടുങ്ങുന്നില്ല. സംശയം പശു സംശയം മാത്രമേ ഉള്ളൂ. അല്ല, ആണെങ്കിൽ പോലും പിന്നെ എന്തിനാണ് നിയമസംഹിത ഉള്ളത് ഇവിടെ എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. പശുവിനെ കടത്തി എന്ന് പറഞ്ഞത് നിയമസംഹിതയിലുണ്ടോ? ശിക്ഷയാണോ? പിന്നെ അടുത്തൊരു പ്രധാന വാർത്ത എന്താണ്? പുതിയ നിയമം. ഓക്കെ, അങ്ങനെ. ഓക്കെ, പിന്നെ നമ്മള് കാര്യമാണ്, നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് വിഷം. അതായത് ഏറ്റവും കൂടുതൽ വരുന്ന പാമ്പൽ രോഗങ്ങൾ. അപ്പം ആ വിഷത്തിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ വിഷം അത് വേണ്ട രീതിയിൽ നിന്ന് എടുത്ത് പാമ്പ് വിഷം വിറ്റ് 3 വർഷം കൊണ്ട് തമിഴ്നാട്ടിലെ ഇരുള സമൂഹത്തിന് നേടാനായത് 2.36, അതായത് 2.5 കോടി അടുത്ത രൂപയാണെന്നാണ് പറയുന്നത്. പ്രമുഖ ഔഷധ കമ്പനികൾക്ക് ഈ വിഷം വിറ്റിട്ടാണ് ഇത്രയും വരുമാനം ഉണ്ടായത്. അപ്പം ഇരുള സംസ്ഥാനത്തിന്റെ സഹകരണ സംഘം വഴിയാണ് ഇത്രയും വലിയൊരു വിജയഗാഥ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. നാളെ ആരും പോയി പാമ്പിനെ പിടിച്ചിട്ട് കുത്താനും നിൽക്കരുത്. കറക്റ്റ് ആയിട്ട് അതിന്റെ രീതിയുണ്ട്. നമ്മുടെ മലയാളികൾ 2.5 കോടി കിട്ടുമെന്ന് പറഞ്ഞ് മൂക്കം പാമ്പിനെ എടുത്ത് കൈ കൊണ്ട് കൊടുക്കും. അതൊന്നും നിൽക്കരുത്. അങ്ങനെയല്ല, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യരുതെന്നാണ് പറഞ്ഞത്.
ഈ ഇരുള സമൂഹത്തിന്റെ സിനിമയെ പറ്റിയ ജയ്ബി അതും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അതൊരു അപ്ഡേറ്റ് ആണ്. അപ്പം അതെ, ഒരു പാമ്പനെ പിടിച്ച സംഘങ്ങൾക്ക് അതിന്റെ ഇനമനുസരിച്ച് 300 രൂപ മുതൽ 2300 രൂപ വരെ കിട്ടും. അത്തരത്തിലാണ് ഇവർക്ക് 2.5 കോടി എടുത്ത് അല്ലെങ്കിൽ 2.36 2.36 ലക്ഷം രൂപ ഇവർക്ക് വന്നിട്ടുള്ളത്. അപ്പം അതും ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു നല്ല വാർത്തയായിട്ടാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അൻവറിന്റെ സ്റ്റേറ്റ്മെന്റ് കാരണം തൃശൂർ പൂരവും വീണ്ടും വിവാദമായിരിക്കുകയാണ്. അതെന്തുവാണ് കാര്യം? അതായത് കഴിഞ്ഞ വർഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തായിരുന്നു തൃശൂർ പൂരം നടന്നുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കും ഈ തൃശൂർ പൂരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടന്നപ്പോ പ്രത്യേകിച്ച് നമ്മുടെ BJP നേതാവ് സുരേഷ് ഗോപി തൃശ്ശൂരിലായിരുന്നു മത്സരിച്ചത്. അന്ന് അദ്ദേഹത്തിന്റെ ഒരു പവർ ബാക്ക് പെർഫോമൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ലോറിയുടെ മണ്ടേക്കുള്ള ഡാൻസ് ഒക്കെ അന്ന് ആ സമയത്ത് അതൊക്കെ വൈറലായിരുന്നു സത്യം പറയില്ല. അപ്പൊ ആ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മധ്യത്തിലാണ് കഴിഞ്ഞ പൂരം നടന്നത്. പോലീസും തിരുവമ്പാടി ദേവസ്വത്തിന്റെ പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് രാത്രി എഴുന്നള്ളത്തും വെടിക്കെട്ടും അപ്രതീക്ഷിതമായി നിർത്തിവെക്കേണ്ടി വന്നു. ഓക്കെ, അതായത് കഴിഞ്ഞ വർഷം ഈ തെരഞ്ഞെടുപ്പിന്റെ പേരില് അവർ തമ്മിലുള്ള സംഘർഷത്തിന്റെ പേരില് ഒരു ഉത്സവത്തിന്റെ പ്രധാനപ്പെട്ട എഴുന്നള്ളിപ്പും വെടിക്കെട്ടും അത് രണ്ടും മാറ്റി വെക്കേണ്ടി വന്നു ഒരു ഇതിന്റെ പേരിൽ. അപ്പൊ അതൊക്കെ ഈ തൃശ്ശൂർ പൂരം അത് തന്നെ ഈ വർഷവും വീണ്ടും ഈ ഇന്നലെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ വീണ്ടും അത് പറഞ്ഞു വന്നിരിക്കുകയാണ്. വീണ്ടും തൃശ്ശൂർ പൂരത്തിന്റെ അട്ടിമറി സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് K. മുരളീധരൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ പൂരം കലക്കിയതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ കൈകളുണ്ട്. മുഖ്യമന്ത്രിയുടെ അറിവോടെ ADGP അജിത് കുമാറാണ് ഇത് നേതൃത്വം നൽകിയതെന്നും BJP സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള നാടകത്തിന്റെ ഭാഗമായിരുന്നു ഇതെന്നും K. മുരളീധരൻ പറഞ്ഞു. പഴയ പല കളികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലേ. അതെ, അപ്പം അതും ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ AG കവർ ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള വളരെ ഒരു വിഷയം എല്ലാവർക്കും അറിയാവുന്നതാണ്. കൊൽക്കത്തയെ തന്നെ അല്ലെങ്കിൽ ബംഗാളിനെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതിഷേധ കടലിലും അല്ലെങ്കിൽ ഇന്ത്യയെ തന്നെ അല്ലെങ്കിൽ രാജ്യത്തെ മുഴുവൻ പ്രതിഷേധത്തിലാടുത്തൊരു സംഭവമായിരുന്നു അത്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ബംഗാൾ സർക്കാർ. അത് ബലാത്സംഗ കേസുകളിൽ വധശിക്ഷ എന്നുള്ളൊരു രീതിയിലുള്ളൊരു കാര്യമാണ്. അപരാജിത ബിൽ എന്നാണ് അതിനെ പറയുന്നത്. ആ ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ബംഗാൾ ഗവൺമെന്റ്. ഓക്കെ, അതിലെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബലാത്സംഗ കേസുകളിൽ പലപ്പോഴും വേഗത്തിലുള്ള ഒരു വിചാരണയല്ല നടക്കാറുള്ളത്. അതായത് സ്ത്രീകൾക്കെതിരെയുള്ള പല ക്രിമിനൽ കേസുകളിലും വരുമ്പോൾ വേഗത്തിലായിരിക്കില്ല. അപ്പൊ നമ്മൾ അതിന് വിദുര കേസ് ഉണ്ട്. 26 വർഷമാണ് വിദുര കേസ് നീണ്ടു പോകുന്നത്. 16 വയസ്സിൽ അതിന്റെ ഏറ്റവും ഒരു ഫണ്ണി ആയിട്ടുള്ള കാര്യം 16 വയസ്സാണ് ആ കുഞ്ഞിന് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതായത് അത് ലൈക്ക് കോടതിയുടെ വിധിയിലൊരു തമാശ എന്നാണ് ഞാൻ പറയുന്നത്, അല്ലാതെ അതായത് 26 വർഷം കഴിഞ്ഞ് 16 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന കുഞ്ഞിന്റെ ആ സമയത്ത് ഉണ്ടായിരുന്ന കുട്ടിയുടെ കൺസെന്റോട് കൂടിയാണെന്നുള്ള രീതിയിലാണ് അതിന്റെ പല കേസുകളും തള്ളിപ്പോയത്. കഴിഞ്ഞ ദിവസം അവരുടെ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഒരു അതിനെപ്പറ്റി ഒരു സംസാരം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് അത്രമാത്രം വൈകിയാണ് നീതി കിട്ടുന്നത്. 16 വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ, പല കാര്യങ്ങളും നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അതെ, അതിന് മുൻപും ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ സ്കൂളുകളെ കേന്ദ്രീകരിച്ച്, അതിലും പൊളിറ്റിക്കൽ ഒരു പ്രശ്നമാണ്. സ്കൂളുകളെ കേന്ദ്രീകരിച്ച് ഒരു സ്കൂളിലെ കുട്ടിയെ ഒരാള് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആള് ഇങ്ങനെ വശീകരിക്കും. അപ്പം അയാള് അതങ്ങനെ കുഞ്ഞിനെ കൊണ്ടുപോയി, എത്ര വയസ്സുണ്ട്, 10-15 വയസ്സുള്ള, അപ്പൊ ഈ കുട്ടിയെ കൊണ്ടുപോയി ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നു. പിന്നീട് ഈ ദൃശ്യം വെച്ച് ഈ കുട്ടീനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അതിന്റെ വേറെ ഫ്രണ്ട്സിനെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു സ്കൂളിലെ തന്നെ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇത് കേസായിട്ട് വരുന്നത്. അപ്പൊ ഈ 10-16 വയസ്സുള്ള കൊച്ചുങ്ങളുടെ അശ്ലീല വീഡിയോകൾ, ചിത്രങ്ങൾ അത് മുഴുവൻ പരക്കും. ഒരാളെ വെച്ച് ബാക്കിയുള്ളവരെയും കൂടെ ഇതിന്റെ ബേസിൽ സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലേ? എനിക്കറിയില്ല. ഇത് കഴിഞ്ഞ ദിവസം ആ കേസിലെ പ്രതികൾക്ക് ജീവപര്യന്തം കൊടുത്തിരുന്നു. അപ്പൊ അതൊരു കാര്യമാണ്. അപ്പൊ ഞാൻ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം നീണ്ട ഒരു പോരാട്ടമാണ് പലപ്പോഴും നടക്കേണ്ടി വരുന്നത്. അതായത് 26 വർഷം ആ കേസിൽ പെട്ടിട്ടുള്ള ആൾ ഒരു പക്ഷെ ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ കേസിന്റെ പുറകെ പോകാൻ അവരെ കൊണ്ട് പറ്റിയെന്ന് വരില്ല, നീതി നിഷേധിക്കപ്പെടുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള
അങ്ങനെ വേഗത്തിൽ വിചാരണ നടപ്പിലാക്കാനും അതേപോലെ തന്നെ വധശിക്ഷ അല്ലെങ്കിൽ മറ്റു ശിക്ഷകൾ ഉറപ്പാക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള വുമൺ ആൻഡ് ചൈൽഡ് ബില്ലാണ് പശ്ചിമ ബംഗാൾ നിയമസഭ ഐക്യകണ്ഠമായിട്ട് കൈയടിച്ച് പാസ്സാക്കി കിട്ടുള്ളത്. ബലാത്സംഗത്തെ തുടർന്ന് ഇര കൊല്ലപ്പെടുകയോ അവരുടെ ശരീരം തളരുകയോ ഒക്കെ ചെയ്യുന്ന ആണെങ്കിലും അങ്ങനെ തെളിയുകയാണെങ്കിലും ആ പ്രതിക്ക് വധശിക്ഷ നൽകാനാണ് പറയുന്നത്. നമ്മൾ തന്നെ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും, ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന നേഴ്സിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള കേസാണ്. അതിങ്ങനെയാണ് അവര് ആ ഹോസ്പിറ്റലിലെ ഒരു ജീവനക്കാരൻ ചങ്ങല ബാക്കിൽ നിന്നിട്ട് പിടിച്ച് ഇവര് റേപ്പ് ചെയ്ത് ഇവര് താഴ്ന്നു കിടക്കും. 10-20 വർഷം ഇവര് കിടന്നു. അപ്പം ഇയാള് ഈ കൊലപാതകം ചെയ്ത ആള് പുറത്തിറങ്ങി അയാൾ സുഖമായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ടും അത്രയും വർഷം അനിതാന്നോ അങ്ങനെ എന്തോ പേര് എനിക്ക് ഓർമ്മയില്ല. അത് ഫേമസ് കേസാണ്. ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് ആ വർഷകാലം മുഴുവൻ അവരെ നോക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കടന്നു പോകുന്ന ആളുകളുണ്ട്. അപ്പം അത് വധശ്രമം അല്ലെങ്കിൽ വധശ്രമത്തിലായിരിക്കും അത് പലപ്പോഴും വരുന്നത്. അപ്പം അങ്ങനെ ഒരു കിടന്നു പോകേണ്ട ഒരു അവസ്ഥ വരികയോ അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടുകയോ ചെയ്തെങ്കിൽ വധശിക്ഷ ഉറപ്പാക്കുന്ന ഒരു നിയമമാണ് ഇതെന്ന് ഒരു തരത്തിൽ പറയാം. പക്ഷെ വധശിക്ഷ നടപ്പിലാക്കിയാലും ഒരുപാട് നാളെടുക്കില്ലേ നടപ്പാക്കാൻ വേണ്ടി? അതെ. വധശിക്ഷ അതേപോലെ തന്നെ കുറഞ്ഞത് ഇത്തരം കേസുകളിൽ 20 വർഷമെങ്കിലും തടവ് ശിക്ഷ നൽകുക എന്നുള്ളൊരു കാര്യമാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ അതിലൊരു വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ആളുകൾ പെർസീവ് ചെയ്യാന്ന് എനിക്കറിയില്ല. അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇപ്പം ഈ ശിക്ഷ കൂടുന്തോറും ഈ കൊലപാതകത്തിലുള്ള ചാൻസും കൂടുമെന്ന് പറയുന്നത് പിടിക്കപ്പെടാതിരിക്കാനുള്ള. കാരണം ഈ കംപ്ലൈന്റ്സ് വരാതിരിക്കാൻ വേണ്ടി ഇപ്പം റേപ്പുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങൾ, ഇപ്പൊ റേപ്പ് ചെയ്തൊരു കാര്യം പുറത്തു പറയാതിരിക്കുന്നതിന് വേണ്ടി ഇവരെ കൊല്ലുന്നതിലോട്ട് ഇത് നയിക്കുന്ന ഒരു കാര്യമാണ് ശിക്ഷയുടെ ഇത് കൂടുന്നതെന്ന് പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു കാര്യമായിട്ടാ പറയുന്നത്. സൈക്കോളജിക്കൽ ആയിട്ട് അതെ. കാരണം തെളിയിക്കാതിരിക്കാൻ വേണ്ടി തെളിവ് ഫുള്ളായിട്ട് നശിപ്പിക്കുക എന്നുള്ള ഒരു പ്രവണത അവരുടെ മനസ്സിലപ്പോ കൂടുതലായിട്ട് വരും. അപ്പൊ അവര് ബലാത്സംഗം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ജീവൻ ഉണ്ടെങ്കിൽ പോലും അത് കൊല്ലാനും കൂടെ അവർ ശ്രമിക്കും. അതൊരു സൈക്കോളജിക്കൽ ടെൻഡൻസി ഫീൽ ചെയ്യും. അതൊരു തിയറിയാണ്. അപ്പം അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അപ്പം ഈ ശിക്ഷ കൂടെ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മള് കൈ വെട്ടുക കാല് വെട്ടുക എന്നൊക്കെ പറഞ്ഞ നിയമങ്ങൾക്കെതിരെ പലപ്പോഴും ഉയർന്നു വരുന്നൊരു മറുവാദം എന്ന് പറയുന്നത് ഇതാണ്. കാരണം നമ്മള് ശിക്ഷ ഇതാക്കുന്നതോറും ആ ഒരു ക്രൈം മൂടി വെക്കാനോ അല്ലെങ്കിൽ ആ ഏറെ രക്ഷപ്പെടാതിരിക്കാനുള്ള ആഗ്രഹം കൂടെ എന്നുള്ള സ്ഥലം. അതേസമയം തന്നെ അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് എന്ത് തരത്തിലുള്ള നടപടി സ്വീകരിക്കാൻ എനിക്ക് പറ്റുന്നത്? അതിനെ പറ്റി നമ്മൾ പഠിക്കണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഈ ഒരു കാര്യത്തിന് വിഷയത്തിനെ നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഈ തെറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രം സമൂഹത്തിൽ നിന്ന് കട്ട് ചെയ്യാനല്ല. അങ്ങനെയല്ല. നമ്മുടെ ഒരു റേപ്പിനൊരു എന്താ പറയുക ഒരു പിരമിഡ് ഉണ്ട്. നമ്മുടെ ഒരു ടീസിങ് മുതല് ആ ഇത് തുടങ്ങാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പത്തിലുണ്ടാകുന്ന ട്രോമാസ് തൊട്ട് ആളുകളിൽ ഈ ഒരു വൈകൃതങ്ങള് രൂപപ്പെട്ടു വരുവാണ്. അപ്പം അതിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ അത് ബേസിക്കലി ഐഡന്റിഫൈ ചെയ്യുക, അവരുടെ മാനസികാരോഗ്യം വേണ്ട രീതിയിൽ ഐഡന്റിഫൈ ചെയ്യുക, ആ ഒരു വളർന്നുള്ള സ്ട്രക്ചർ ഉണ്ടാക്കുക, അതൊക്കെയാണ് അതിനകത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിനോട്ട് ബാക്കി വരികയാണെങ്കിൽ ബലാത്സംഗം, കൂട്ടബലാത്സംഗം, കുട്ടികൾക്കെതിരായിട്ടുള്ള പോക്സോ കേസുകൾ, അതേ തന്നെ അത്തരത്തിലുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര നിയമങ്ങളിൽ ഭേദഗതി കൊണ്ടുവരുന്ന ആദ്യത്തെ സംസ്ഥാനമായി ഈ ഒരു അപരാജിത ബില്ല് പാസ്സാക്കിയതോടുകൂടി ബംഗാൾ വന്നിട്ടുണ്ട് എന്നൊരു കാര്യം. ഇവരാണ് ഒരു നമ്മുടെ മൊത്തത്തിലുള്ള നിയമങ്ങളിൽ ഒരു വ്യത്യാസത്തിലുള്ള ഒരു വ്യത്യാസം. അതെ. അപ്പം ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പം ഇതൊരു പറയുന്നത് ഇവര് തന്നെ പറയുന്നത് BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ല എന്നൊരു കാര്യത്തിലും ഇത് പറയുന്നുണ്ട്. അപ്പൊ അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ളൊരു ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തെറ്റ് ചെയ്ത ആളുകൾക്ക് ഈ കാലതാമസം വെച്ച് ഉറപ്പിക്കാതെ ശിക്ഷ കിട്ടുക എന്നുള്ള ഒരു കാര്യമാണ്. ഇന്നലെ ഉണ്ടായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബലാത്സംഗത്തെ തുടർന്നുണ്ടാകുന്ന കൊലപാതകങ്ങളിൽ ബലാത്സംഗ കൊലപാതകങ്ങൾ വെറും 3% ആളുകൾക്കൊക്കെയാണ് പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ കിട്ടുക. പലപ്പോഴും ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന്റെ ലേറ്റ്നെസ് കൊണ്ടും അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ കൊണ്ടും ഒക്കെ നീതി ലഭിക്കാതെ പോകുന്ന സാഹചര്യങ്ങളാണ് കൂടുതലുള്ളത്. എനിക്ക് തോന്നുന്നു UP, മധ്യപ്രദേശ്, ആസാം, ആന്ധ്ര ഈ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഈ ബുൾഡോസർ രാജും പറയുന്ന യോഗി ആദിത്യനാഥിന്റെ ഒക്കെ സ്പേസുകളിലൊക്കെ ഇത് നടക്കുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ ഒരു വേദനാജനകമായിട്ടുള്ള കാര്യം. അത് ബലാത്സംഗ കൊലപാതകങ്ങൾ എന്ന കാര്യം കേട്ടോ. സെക്ഷൽ അബ്യൂസ് പിന്നെ പറയണ്ട, അത് ഒരു കണക്ക് പോലും ഒരു പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട വാർത്തകളാണ്. പ്രധാനപ്പെട്ട വാർത്ത
പ്രധാന പത്രങ്ങളിലെ വാർത്ത. ഓക്കെ, മോദി ബ്രൂണയിൽ, മോദി ഇപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മോദി അമേരിക്കക്ക് പോയി, യുക്രൈനിൽ പോയി, റഷ്യയിൽ പോയി, ഇപ്പൊ ബ്രൂണയിലേക്കാണ് എത്തിയേക്കുന്നത്. അത് പുറത്തെ പുള്ളി വിളിച്ചിട്ട് പോയത്, നമ്മൾ ചുമ്മാ പോയതൊന്നും അല്ല. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, പോയെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അദ്ദേഹം പോയേക്കാണ്. അവിടുത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെക്ക് കിഴക്കൻ ഏഷ്യ പര്യടനത്തിന് തുടക്കമായി. ബ്രൂണൈ സിംഗപ്പൂർ സന്ദർശനത്തിന്റെ ആദ്യപടിയായി ബ്രൂണൈ തലസ്ഥാനമായ ബന്ദർസേരി ഭഗവാനിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. ഇതോടെ ബ്രൂണൈ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ബഹുമതിയും മോദി സ്വന്തമാക്കി. കൺഗ്രാജുലേഷൻസ്. മോദിക്ക് ഇതുപോലത്തെ കുറെ ഇതുണ്ട് കേട്ടോ. കാരണം യുക്രൈൻ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നൊക്കെ ഉള്ള ബഹുമതികൾ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ കിട്ടും. ഇനി പ്രധാനമന്ത്രി ആവാൻ പറ്റില്ല എന്നുള്ളൊരു ഭയത്തിനാണ്. അദ്ദേഹം കുറെ ഏതായാലും നാളെ വിജയുടെ ഗോട്ട് ഇറങ്ങാൻ പോവാണ്. കൺഗ്രാജുലേഷൻസ്. എല്ലാ സിനിമാ പ്രേമികൾക്കും നാളെ ഒന്ന് അതിരാവിലെ എണീറ്റ് സിനിമ കാണാൻ പോകാനുള്ള ഭാഗ്യം. ഫാൻ ഷോയ്ക്ക് പോകും, അതെ, ഇല്ലെങ്കിൽ ജോലിക്കാൻ പറ്റില്ല. പിന്നെ 12-ാം തീയതി കിഷ്കിന്ദ കണ്ടു എല്ലാരും പോയി കാണാം. 12 ഡേറ്റ് അറിയില്ലായിരുന്നു അല്ലേ? ശരി, നമ്മൾ ഡേറ്റ് അറിയിച്ചില്ലായിരുന്നു. 12-ാം തീയതിയാണ് കിഷ്കിന്ദ കണ്ട ഇറങ്ങാൻ പോകുന്നത്. കിഷ്കിന്ദ കണ്ട. അതെ അതെ. അതേപോലെ കൊണ്ടൽ എന്ന് പറഞ്ഞ സിനിമയും വൈകാതെ റിലീസ് ഉണ്ടാവും അല്ലേ? ഇറങ്ങുന്നുണ്ട്. ഓക്കെ, വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിങ്ങമാസം എന്ന് പറയുന്ന മറ്റേ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സമൃദ്ധിയുടെയും മാസമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഞായറാഴ്ചകളിലൊക്കെ ഗുരുവായൂരിലൊക്കെ വളരെയധികം വിവാഹങ്ങൾ കൂടുമെന്നൊരു കാര്യം കൂടി. വിവാഹം കൂടും, അതാ പറഞ്ഞ എല്ലാ ഞായറാഴ്ചയും എനിക്ക് കഴിഞ്ഞ കൊല്ലമൊക്കെ അതെ ഭയങ്കര എല്ലാ ഞായറാഴ്ചയും കല്യാണം. അതെ 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 സത്യം. അതെ. അപ്പം 350 വിവാഹങ്ങൾ അടുത്താണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പൂവ് മുതൽ സദ്യ, ഓഡിറ്റോറിയം, ലോഡ്ജ്, ടൂറിസ്റ്റ് വാഹനങ്ങൾ, വീഡിയോ, ഫോട്ടോഗ്രാഫി, ബ്യൂട്ടീഷ്യൻ, സ്റ്റേജ് ഡെക്കറേഷൻ, ഗാനസ്വര മേളങ്ങൾ, അതേപോലെ വിവാഹ സംബന്ധമായിട്ടുള്ള സകലതിനും വില കൂടുന്നത് ആയിട്ട് അറിയിച്ചുകൊള്ളുന്നു. ആരെങ്കിലും ഇങ്ങനെ ആർഭാടമായി കല്യാണം കഴിക്കുന്നെങ്കിൽ ഈ മാസം കല്യാണം കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ശരിക്കും കർക്കിടകത്തിലെ കല്യാണം കഴിക്കുന്ന ലാഭമായിരിക്കും. കല്യാണം നടക്കത്തില്ല. കർക്കിടക മാസം രാമായണ മാസമല്ലേ? ഓക്കെ, എനിക്കറിയില്ല, അതുകൊണ്ട് മിണ്ടാതിരിക്കാം. അതെ, നമ്മൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തൊട്ട് മുമ്പ് പറഞ്ഞാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ഉള്ളത് ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. എന്താണ് ഓപ്പറേഷൻ പി ഹണ്ട്? അനൂപിന് അറിയോ? അതെ, പറഞ്ഞുതരാം. ഒരുപാട് പേർക്ക് അറിയില്ല. ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ തിരയുകയും ശേഖരിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തുന്ന ഒരു ഓപ്പറേഷനാണത്. കാരണം ഈ പിഡോഫീലിയ അല്ലെങ്കിൽ പീഡോഫീലിയ എന്ന് പറയുന്നത് കാര്യം, അതായത് കുഞ്ഞുങ്ങളോട് ഇത്തരത്തിലുള്ള ലൈംഗിക അഭിനിവേശം ഉണ്ടാകുന്ന ഒരു ക്രൈമായിട്ടാണ് കാണുന്നത്. കാരണം ഇങ്ങനെയുള്ള ആളുകൾ അവസരം കിട്ടുമ്പോൾ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കും. ഇപ്പം വേറെ എല്ലാ രാജ്യങ്ങളും, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അത് പ്രത്യേകമായിട്ട് വിലയിരുത്തുന്നത്. അതായത് ആരെങ്കിലും എന്താ പറയാ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട പോണൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ സെർച്ച് ചെയ്യുന്ന ആളുടെ ഹിസ്റ്ററി അവിടുത്തെ ഗവൺമെന്റ് എടുക്കും. പിന്നെ ഒരു തവണ ഞാൻ കേട്ടതാണ്, ഇത്തരത്തിൽ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചു. അപ്പൊ കുട്ടിയുമായിട്ട് ഇത്തരത്തിൽ സംസാരിച്ച ഒരു ഇന്ത്യക്കാരനെ സംസാരിച്ചു. ഇയാള് ഒരു ക്രൈമും കമ്മിറ്റ് ചെയ്തിട്ടില്ല, സംശയിച്ചു. അപ്പൊ അവരെ ബേസിൽ തന്നെ അയാളെ പിടിച്ചു ജയിലിലാക്കി. അതായത് സംസാരിച്ചു, മോശമായി സംസാരിച്ചു. കാരണം ഈ വീട്ടിലോട്ട് എന്തോ വരുന്നെന്ന് പറഞ്ഞ അയാൾക്ക് അറിയാം പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണെന്ന്. ഇയാള് വീട്ടിലോട്ട് വരട്ടെ എന്ന് ചോദിക്കും. മോശമായിട്ട് ലൈക് ഇന്റൻഷൻ ഇതാണ്. കാരണം ഈ പറയുന്ന പോലെ 18 വയസ്സുള്ള കുട്ടിയുടെ കൺസേൺ അല്ല 18 വയസ്സ് താഴെയുള്ള. അപ്പൊ അങ്ങനത്തെ ഒരു സാമൂഹിക അന്തരീക്ഷം ലോകത്ത് മുഴുവനുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കുട്ടികളുടെ ഇത്തരത്തിലുള്ള നഗ്ന ദൃശ്യങ്ങൾ പകർത്തുകയോ തിരയുകയോ അത് ഷെയർ ചെയ്യുകയോ ചെയ്യുന്ന ഒരു ക്രൈമായിട്ട് തന്നെ വലിയൊരു ക്രൈമായിട്ടാണ് കാണുന്നത്. ഇത് ഈ ഒരു സിസ്റ്റം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഇത് എത്രത്തോളം ഫലപ്രദമായി യൂസ് ചെയ്തിട്ടുള്ള. അതെ 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 അതെ. അപ്പം ഇതില് ഈ ഓപ്പറേഷൻ പി ഹണ്ട്, മേ ബി ആ പിഡോഫിലിയ അല്ലെങ്കിൽ പീഡോഫിലിയയുടെ അവസാനമായിരിക്കും ഈ പി എന്ന് പറയുന്നത്. അപ്പം ഈ പി ഹണ്ട് ഓപ്പറേഷന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ വ്യാപകമായിട്ടുള്ള പരിശോധനകളാണ് നടന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 455 സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 37 കേസുകളാണ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആലോചിച്ച് നോക്കിക്കേ, 6 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് കുഞ്ഞുങ്ങളുടെ കൈൻഡ് ഓഫ് മാനസിക പ്രശ്നം.
അതായത് പീഡോഫിലി ഒരു മാനസിക പ്രശ്നമാണ്, അതും വേണ്ട രീതിയിൽ ഡീൽ ചെയ്യണം. അതിന് അങ്ങനെ രോഗം ഉണ്ടെങ്കിൽ ഒരു ചികിത്സ. കാര്യങ്ങളൊന്നും മാനസിക പ്രശ്നം പറഞ്ഞ് ഇങ്ങനെ ആക്കരുത്. അതെ അതെ അതെ, അപ്പൊ തന്നെ അവന്മാരെ കൊണ്ടുപോകാം. അതെ. ഇതുമായി ബന്ധപ്പെട്ട് 173 ഉപകരണങ്ങളാണ് പിടിച്ചത്. അതായത് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈക് ഫോൺ ആകാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആവാം, ഫോട്ടോയുടെ ആ സാധനങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ സെക്ഷൻ പ്രകാരം 106, അതായത് സെക്ഷൻ 106 പ്രകാരമാണ് 107 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ IPC നമ്മൾ മാറ്റിയിട്ട് ഇപ്പം ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയാക്കില്ല, അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയണത്. അപ്പം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് എന്നാണ് പറയുന്നത്. പരിശോധന നടന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണെന്നുള്ള രീതിയിലും അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുന്നുണ്ട്. വളരെ നല്ലൊരു കാര്യം, നല്ലൊരു ഓപ്പറേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. കുഞ്ഞുങ്ങളുടെ ഇത്തരത്തിലുള്ള മോശം ചിത്രങ്ങൾ അല്ലെങ്കിൽ അതിൽ കേസുകൾ ഉണ്ടാവുക, അറസ്റ്റുകൾ ഉണ്ടാവുക വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഈ മറ്റൊരു ആലപ്പുഴക്കാരുടെ ഒരു സന്തോഷ വാർത്ത, നെഹ്റു ട്രോഫി വള്ളംകളി 28-ന്. ഓക്കെ, ഉരുൾപൊട്ടൽ, വയനാടുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഒരു പശ്ചാത്തലത്തില് വള്ളംകളി മാറ്റിവെച്ചു. അതിന്റെ ഡേറ്റ് എന്നാന്നുള്ളൊരു കൺഫർമേഷൻ ഒന്നും ഗവൺമെന്റ് നടത്തണ്ട, അങ്ങനെയുള്ള തീരുമാനമൊക്കെ വന്നായിരുന്നു. പക്ഷെ അതിനു മുമ്പേ ഇതിന്റെ കുറെ കാര്യപരിപാടികൾക്ക് വേണ്ടി ഈ വെള്ളംകളി സ്പോൺസർ ചെയ്തിട്ടുള്ള കുറെ പേര് കാശ് മുടക്കി, ടീമുകൾ കുറെ, അതായത് പുറത്തുനിന്നൊക്കെ തുഴച്ചിലുകാർ വന്നിട്ടാണ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ലക്ഷങ്ങളുടെ മുടക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കുറെ പേരുണ്ട്. പുറത്തുനിന്നുള്ള ആൾക്കാർ ഈ വെള്ളംകളിക്ക് വേണ്ടി മാത്രം സീറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തു. അവർക്കൊന്നും ഇത് കഴിഞ്ഞിട്ട് അപ്ഡേഷൻ പോലും കൊടുത്തിട്ടില്ല. ഇത് അവർക്കൊക്കെ ഒരു സന്തോഷ വാർത്ത. അതെ, അവർക്കൊക്കെ ഒരു സന്തോഷ വാർത്ത. ഈ മാസം 28-ന് നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴയിൽ അത്യപൂർവ ആർഭാടമായി തന്നെ നടക്കും. വള്ളം കണ്ടില്ലെങ്കിലും വള്ളംകളി നമുക്ക് പോയാലോ. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു. അതെ, അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് ഏകീകൃതമായിട്ടുള്ള പോർട്ടൽ മൊബൈൽ ആപ്ലിക്കേഷനും വരുമെന്നും അതിന് വേണ്ടിയിട്ടുള്ള വിശദമായിട്ടുള്ള മാർഗരേഖ ഉണ്ടാക്കുമെന്നും പുറപ്പെടുവിക്കുന്നു ഒക്കെ റിപ്പോർട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ സംസ്ഥാന, ജില്ലാ, താലൂക്ക് തലങ്ങളിൽ കോർഡിനേഷൻ സമിതികൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പം അതിഥി തൊഴിലാളികൾക്ക് ഇത് പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്ത് കാര്യങ്ങൾ നടത്താം. എത്ര പേര് വരുന്നു, എത്ര പേർ പോകുന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. സമയം കുറഞ്ഞു വരുന്നതുകൊണ്ട് നമുക്ക് സ്പീഡിൽ കാര്യങ്ങളിലോട്ട് പോകാം. വേറെ നേരത്തെ നമ്മള് ഇന്നലെ സംസാരിച്ചായിരുന്നു ഓണച്ചന്തകൾ 1500 കുടുംബശ്രീയിൽ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർത്തയാണ്. ഓണച്ചന്ത കാരണം ഓണത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. സംസ്ഥാനം ഒട്ടാകെ 2000-ലധികം ഓണച്ചന്തകളുമായി കുടുംബശ്രീ രംഗത്തെത്തിയിരിക്കുകയാണ്. ഓക്കെ, മലയാളികൾക്ക് ഓണം ആഘോഷിക്കാൻ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുമായി കുടുംബശ്രീയുടെ ഓണച്ചന്തകൾ ഈ മാസം 10-ന് ആരംഭിക്കും. കുടുംബശ്രീയുടെ കീഴിലുള്ള 1070 CDI ഓരോന്നിലും 2 വീതം 2140 വിപണന മേഖലകളും 14 ജില്ലകളിലായി കാണും എന്നാണ് റിപ്പോർട്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ ഒരു അന്താരാഷ്ട്ര റിപ്പോർട്ടായിരുന്നു, അല്ലെങ്കിൽ അന്താരാഷ്ട്ര വാർത്ത ചർച്ച ചെയ്യപ്പെടുന്നത് ഇസ്രായേലിൽ നെതന്യാഹുവിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ, അല്ലെങ്കിൽ ബന്ദികളെ വേണ്ട രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അതിനെതിരെ അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അതേപോലെ തന്നെ മാധുരി ബുജി ക്കെതിരെ ആയിട്ടുള്ള കേസുകൾ അന്വേഷിക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ പോലീസിലെ ക്രിമിനലുകൾക്ക് എതിരെ സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണമെന്ന് പല പാർട്ടികളും പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അപ്പോൾ അതേപോലെ തന്നെ സ്പോർട്സിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു വാർത്ത, അതെ, ചെറിയ വാർത്തയല്ല, ഇമ്പോർട്ടൻസ് വേണ്ട ഒരു കാര്യമാണ്. അതിതാണ് പേമാരി. നമുക്കറിയാം, മഴയുടെ ഏറ്റവും ദൂഷ്യവശങ്ങൾ കണ്ട മനുഷ്യരാണ് നമ്മള്. അപ്പം ഹൈദരാബാദിലടക്കമുള്ള സ്ഥലങ്ങളിൽ കനത്ത മഴയാണ്. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും തീവ്രമായിട്ടുള്ള മഴയാണ്. മരണം 48 അടുത്ത് ആയിട്ടുണ്ട്. അത് നമുക്കൊരു വേദനാജനകമായിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് നമ്മുടെ കേരളത്തിലാണെങ്കിലും മഴയൊക്കെ ഉണ്ട്, എല്ലാവരും സുരക്ഷിതമായിരിക്കും. ഇന്നലെ ആണെങ്കിലും മീനച്ചിലാറ്റ് കുളിക്കാൻ ഇറങ്ങിയ ഒരു വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. അപ്പൊ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ അവധി കിട്ടുന്ന സമയത്ത് ഇങ്ങനെ കുളിക്കാൻ ഇറങ്ങുന്നത്, നീന്താൻ ഇറങ്ങുന്നത്, സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഇറങ്ങുക. ഇപ്പോഴാണ് മഴ പെയ്ത് വെള്ളം കയറി കിടക്കുന്നത്. മീനച്ചിലാറ്റിൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. വെള്ളത്തിൽ ഇറങ്ങാതെ ഇരിക്കുക മഴക്കാലത്ത്. വെള്ളം നമുക്ക് സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക, അത്രേ ഉള്ളൂ. അതെ, നമ്മള് സർക്കാർ സ്ഥാപനങ്ങളെല്ലാം അഴിമതിയിൽ മുങ്ങിപ്പൊങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട്
റെയിൽവേ മാറി. കേന്ദ്ര സർക്കാരിന്റെ റെയിൽവേ. എഴുതി വെക്കുക. ഇത് ശരിക്കും കാണണമെങ്കിൽ യൂട്യൂബിലെ വീഡിയോ വരുന്നതായിരിക്കും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ജോസിൻ, സ്പോർട്സിൽ എന്താണ്? സ്പോർട്സിലേക്ക് പോകാം. ഓക്കെ, കേരള പ്രീമിയർ ലീഗ്. യെസ്, കേരള പ്രീമിയർ ലീഗാണ് ഇപ്പോൾ എല്ലാവരും ചർച്ചയിലേക്ക് ചെയ്യുന്നത്. പറയൂ, പറഞ്ഞോ, വായിച്ചോ. ഞാൻ ഒറ്റ സംശയം ചോദിക്കട്ടെ. മറ്റേ ഈ സുവാരസ് വിരമിച്ചു. കടിച്ച പുള്ളിയല്ലേ ആൾക്കാരെ കടിക്കണേ? ആൾക്കാരെ അങ്ങനെയൊന്നുമില്ല. പുള്ളി എന്തായിരുന്നു? ഫുട്ബോളറായ ലൂയിസ് സുവാരസ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു താരമായിരുന്നു സുവാരസ്. 17 വർഷം നീണ്ട രാജ്യാന്തര കരിയറിനാണ് സുവാരസ് വിരാമമിട്ടത്. രാജ്യാന്തര വിരാമല്ലേ അങ്ങനെ രാജ്യാന്തര വേദിയിൽ ഉഗ്വേരയുടെ ടോപ്പ് സ്കോറർ എന്ന നേട്ടം 37-കാരനായി സുവാരസ് ഇപ്പൊ സ്വന്തമാക്കി. അതിപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയുണ്ട്. എന്തൊക്കെയാണെങ്കിലും വിരാമം, ആ വിരമിക്കലിന്റെ കൂടെ തന്നെയാണ് റൊണാൾഡോ വിരമിക്കുമോ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. 2 വർഷവും കൂടെ പുള്ളി കളിക്കുമെന്നാണ് പുള്ളി പറഞ്ഞത്. വിരമിക്കൽ ഉടനില്ല. രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും വിരമിക്കലില്ലെന്ന് പ്രഖ്യാപനവുമായി പോർച്ചുഗൽ ഇതിഹാസ ഫുട്ബോളർ ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹം ആ കാര്യത്തിൽ വ്യക്തമായ നിലപാട് അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആരും പേടിക്കേണ്ട, ഫാൻസുകാർ ആരും സങ്കടപ്പെടരുത്. അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരനാണ് സുവാരസ്. ഇവിടെ പലരുടെയും ഇഷ്ടപ്പെട്ട കളിക്കാരനാണ് റൊണാൾഡോ. ഓക്കെ, പിന്നെ വരുന്നത് ഇന്റർ കോണ്ടിനൽ കപ്പിൽ ഇന്ത്യ മൗറേഷ്യ ഗോളില്ല. കാരണം ശക്തരായ 176 സ്ഥാനക്കാരെ ഇന്ത്യ സമനിലയെ തളച്ചു. അതെ, ഇന്ത്യക്ക് സമനില എപ്പോഴും സമനില പിടിച്ചു. അതാണ് തോൽവിയല്ല, ഒപ്പം പിടിച്ചു. കാരണം ഇത്രയും ജനങ്ങളുള്ള നാട്ടില് അത്രയും താഴെ കിടക്കുന്ന ടീമുമായിട്ട് നമ്മള് സമനില പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. റാങ്കിങ്ങില് ഫിഫയിലെ ഏറ്റവും റാങ്കിങ്ങില് പുറകെ കിടക്കുന്ന ടീമെതിരെ. കാരണം ഇന്ത്യ ഒരു 110ാമത്തെ സ്ഥാനത്ത് കിടക്കുന്നത്. എന്നിട്ട് പോലും കളിച്ച് ജയിക്കുക എന്നുള്ള, ജയിച്ചിരുന്നെങ്കിൽ സ്ഥാനം കയറിയേനെ, 98 വരെ എത്തിയേനെ ഫിഫ റാങ്കിങ്ങില്. എന്നിട്ട് ഞങ്ങൾ എത്തി, സമനില പിടിച്ചു. അടുത്ത പ്രാവശ്യം നമ്മൾ ജയിക്കും. ക്രിക്കറ്റിനെ പറ്റി പറയൂ. പിന്നെ ആലപ്പി റിപ്പിൾസിന് 33 റൺസിന്റെ ജയം, വിജയത്തിര. കാരണം തുടർച്ചയായ 2ാമത്തെ മത്സരത്തിലും ജയം. മലയാളികൾ മിന്നു കേട്ടോ ക്രിക്കറ്റില്. അഭിഷേക് ബാറ്റും കൊണ്ട്, അസീഫ് ബേസിലും പന്തും കൊണ്ട് എതിരാളികളെ വിരിഞ്ഞു മുറുക്കിയപ്പോൾ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറിനെതിരെ ഏരീസ് കൊല്ലം തകർപ്പൻ ജയം. പിന്നെ ബ്രിണ്ടൻ മക്കലം ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിന്റെ ഇനി ഒരേ ഒരു പരിശീലകൻ. അതായത് ഇംഗ്ലണ്ട് ടീമിന് ഇനി ഒരേ ഒരു പരിശീലനം ഉള്ളൂ, മെക്കല്ലമാണത്. ഓക്കെ, പിന്നെ വേറെ സ്പോർട്സിനെ പറ്റി ആദ്യമേ പറയണ്ടായിരുന്നു. പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 15ആയി. അതൊരു സന്തോഷമാണ്. അതെ, 2024 പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ കൊയ്ത്ത് 3 സ്വർണവും 5 വെള്ളിയും 7 വെങ്കലവും അടക്കം 15 മെഡലുമായി ഇന്ത്യ ഇതിനോടകം സ്വന്തമാക്കി. ഇന്ത്യയുടെ സൂപ്പർ ജാവലിൻ ത്രോ താരം സുമിത് ആൻഡിൽ 2020 ടോക്കിയോ പാരാലിമ്പിക്സിലെ സ്വർണം പാരീസിലും നിലനിർത്തി. അദ്ദേഹം വീണ്ടും ഇതായി. എന്തൊക്കെയാണെങ്കിലും വലിയൊരു അഭിനന്ദനങ്ങൾ അവരെല്ലാവരും അർഹിക്കുന്നുണ്ട്. അവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ സ്വർണ്ണവേട്ട നേടിയെടുത്തു. കൺഗ്രാറ്റുലേഷൻസ്. അതെ, ഒരു കാര്യം കൂടെ പറയാം. ഇനി മുതൽ വരുമാന സർട്ടിഫിക്കറ്റിന് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സത്യവാങ്മൂലം കൊണ്ട് വേണം പോകാൻ. കാരണം ഈ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് മാത്രമാണ് ഒരു കൃത്യമായിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ കഴിയുന്നത്. മറ്റുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായ വരുമാനം ബോധ്യപ്പെടുത്താതെയാണ് പലപ്പോഴും വരുമാന സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു എന്താ പറയാ, ഒരു കൃത്യത വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സത്യവാങ്മൂലം ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ വരുമാന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം ഇല്ലെങ്കിൽ നടക്കില്ല. അതൊരു ഇൻഫർമേഷൻ ആണ് നമ്മൾ പാസ് ചെയ്തത്. അതെ, നിങ്ങള് ചാനലും കൂടെ ഒന്ന് സബ് ചെയ്തിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. ഞങ്ങളുടെ ഫ്രഷ് ന്യൂസുകൾ കേൾക്കാലോ. പിന്നെ ഞങ്ങളുടെ യൂട്യൂബ് 50K സബ് 1,00,000. കൃഷ്ണപ്രസാദ് കാണുന്നില്ലല്ലോ. അത് ഇന്ന് വല്ല കമന്റ് ഉണ്ടോ നോക്കട്ടെ ആരുടെങ്കിലും. കൃഷ്ണപ്രസാദ് കാണുന്നില്ല. ബിജു ചേട്ടൻ വന്നിട്ടുണ്ട്. ഹായ് കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട്. ഹായ് ചേട്ടാ. ഒരുപാട് പേര് ഹായ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഹായ്. നല്ല ഇഷ്ടംപടി ആക്കാനാ. അസഹറുദ്ദീൻ, ഫയാസ്,
കുറെ പേര് ഹായ് പറയുന്നുണ്ട്. ഫയാസ്, ബിജു, മാർട്ടിൻ ജേക്കബ്. കൃഷ്ണചേട്ടനെ കുറച്ച് ദിവസമായി കണ്ടിട്ട്. അതെ, ആ ചേട്ടനായിരുന്നു ഞങ്ങളുടെ എല്ലാം ഒരു ഊർജം. പുള്ളിയെ പറയുന്ന ഓരോ ഞങ്ങൾ ഊർജം പകരുന്നായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോ ഓൾമോസ്റ്റ് നമ്മുടെ വാർത്തകളൊക്കെ ഓൾമോസ്റ്റ് നമ്മള് ഇത് പറഞ്ഞിരുന്നോ? ഇത് മുല്ലപ്പെരിയാർ പരിശോധന നടത്താൻ കേരളത്തിന് ഇല്ലല്ല പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മള് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണത്. മുല്ലപ്പെരിയാറിൽ തമിഴ്നാട് പരിശോധന നടത്തിയാൽ കേരളത്തിന് തിരിച്ചടി. ഓക്കെ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധന സ്വതന്ത്ര ഏജൻസിക്കായിരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. തമിഴ്നാടിന്റെ മേൽനോട്ടത്തിലാണ് സുരക്ഷാ പരിശോധനയാണെങ്കിൽ അത് കേരളത്തിന് തിരിച്ചടിയാകുമെന്ന് മുമ്പ് അണക്കെട്ടിന്റെ ചുമതലയുണ്ടായിരുന്ന സംസ്ഥാന ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പക്ഷം അറിയിച്ചിരുന്നു. മുല്ലപ്പെരിയാറിൽ എന്നത് കരിങ്കല്ല് കൊണ്ടുള്ള പുറം കവചം മാത്രമാണെന്നും ഉള്ളിൽ പൊള്ളയാണെന്നും ഒലിച്ചിറങ്ങുന്ന സുർക്കി മാത്രമാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. അണക്കെട്ടിന്റെ കാലപ്പഴക്കം തമിഴ്നാട് ഗൗനിക്കുന്നില്ല. അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ച സാഹചര്യത്തിലാണ് സ്വതന്ത്ര ഏജൻസി പരിശോധിക്കണമെന്ന ആവശ്യം പ്രസക്തി ആകുന്നത്. അതായത് ഇന്നലെ നമ്മളോട് പറഞ്ഞായിരുന്നു ഇത് പുനഃപരിശോധിക്കാൻ തീരുമാനമായിരുന്നു. അപ്പം ഇത് തമിഴ്നാടിന്റെ ഒരു ഏജൻസിയാണ് ഇത് പരിശോധിക്കുന്നതെങ്കിൽ തമിഴ്നാടിനെ ഇത് ചെയ്തുകൊണ്ട് അവര് റിപ്പോർട്ട് സമർപ്പിക്കും. തമിഴ്നാടിനെ ചെയ്തുകൊണ്ടാണ് അവരെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. തമിഴ്നാടിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് വരുന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഈ മുല്ലപ്പെരിയാറിനെ തൊടാനുള്ള അവകാശം പോലും കേരളത്തിന് കിട്ടില്ല. അതായത് ഇപ്പോൾ കേരളമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ജില്ലകൾ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് നിന്നാണ് ചെയ്യേണ്ടത്. നമ്മുടെ കേരളത്തിൽ, അതായത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള അഡ്വക്കേറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ ഭീഷണികൾക്കൊക്കെ ഇതായിരുന്നു. അതായത് അദ്ദേഹം മുല്ലപ്പെരിയാറിന് വേണ്ടി സംസാരിച്ചില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് നേരെ വലിയൊരു സൈബർ ബുള്ളിങ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നേരിട്ടിരുന്നു. അപ്പൊ ഇപ്പൊ പറയുന്നത് പറഞ്ഞാൽ ഇപ്പൊ തമിഴ്നാടിന്റെ ഒരു പ്രൈവറ്റ് ഏജൻസി ആയിരിക്കും ഇത് പരിശോധിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ തമിഴ്നാടിന് ഫേവർ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും അവർ സമർപ്പിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തമിഴ്നാടിന്റെ നമ്മുടെ മുല്ലപ്പെരിയാറിന് വീണ്ടും അറ്റകുറ്റപ്പണികൾക്കൊന്നും ചിലപ്പോൾ അവർ സമ്മതിച്ചെന്ന് വരില്ല. അത് വലിയൊരു പ്രശ്നത്തിലേക്ക് കാരണമാകുമെന്നാണ് ഇത്. കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ യൂട്യൂബിൽ നമ്മൾ ഇടുന്നതായിരിക്കും, ജോസിൻ തന്നെ ഇടുന്നതായിരിക്കും. എല്ലാരും കാണണം, യൂട്യൂബിൽ കയറി കാണണം കേട്ടോ. ഒരുപാട് ഫാൻസ് ഞാൻ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഫോട്ടോ ഒക്കെ വെക്കാം, നിങ്ങൾ കയറി കാണാം. സാറിന്റെ ഫോട്ടോ ഒക്കെ വെക്കും. അപ്പൊ നമ്മളൊരു എൻഡിലോട്ട് വരികയാണെങ്കിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളിലെ പ്രമുഖ വാർത്ത പി വി അൻവറുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, ഹേമ കമ്മിറ്റി, നിവിൻ പോളി, റിമ കല്ലിങ്കലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മൂന്നിനെ നമുക്കൊരു ഇതിനകത്ത് ചേർക്കാം. പിന്നെ അതേപോലെ തന്നെ പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോദിജി പോയിട്ടുള്ളത് നിത്യാഹുവിന്റെ വാർത്ത, അതേപോലെ തന്നെ വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുള്ള സുരേഷ്, അതേപോലെ തന്നെ ഓണച്ചന്ത, പാരാലിമ്പിക്സിലെ മെഡൽ വേട്ട. അപ്പം ഇതെല്ലാമാണ് പ്രധാന ഒരുപാട് ന്യൂസുകൾ വിട്ടുപോയിട്ടുണ്ട്. ന്യൂസ് ഉണ്ട്. പിന്നെ അപരാജിത ബില്ല് പാസ്സാക്കിയത്, ഗോരക്ഷകരുടെ അഴിഞ്ഞാട്ടം, ഇതൊക്കെ പ്രധാനപ്പെട്ട വാർത്തകളാണ്. അപ്പോ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ അടങ്ങിയിട്ടുള്ള പത്രവാർത്താസ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നാളെ ഇതേ സമയം വീണ്ടും, ഈ സമയമല്ല 9 മണിക്ക് വീണ്ടും വരിക. കൃഷ്ണപ്രസാദനൊക്കെ കാത്തിരിക്കുക. മിസ് ചെയ്യുന്നു. ആകെ ഉള്ള ഒരാളാന്നൊക്കെ. അതെ 10 പേര്. അപ്പൊ apart from all the jokes, thank you guys. അപ്പൊ ബൈ. Okay, bye. ശുഭദിനം.